ലോക സാഹിത്യത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെട്ട ഒരപൂർവ കഥാപരമ്പരയാണ് ആയിരത്തൊന്ന് രാവുകൾ എന്ന അറേബ്യൻ കഥകൾ. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ആയിരത്തൊന്ന് രാവുകൾ എന്ന കഥാപരമ്പരയുടെ 13-ാം ഭാഗം. അഹമ്മദിന്റെയും ഹസന്റെയും കാലത്ത് ബാഗ്ദാദിൽ ഒരു കള്ളനുണ്ടായിരുന്നു. അലി എന്നാണ് അവൻ്റെ പേര്. ആർക്കും പിടികൊടുക്കാതെ വഴുതി നടക്കുന്നവനായിരുന്നുകൊണ്ട് അവൻ മിന്നലലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിടികൂടുന്ന പോലീസുകാരൻ്റെ വിരലുകൾക്കിടയിലൂടെ അലി വഴുതി പോയി കളയും. അലിയുടെ സങ്കേതം മുമ്പ് കെയ്റോ ആയിരുന്നു. അവൻ ബാഗ്ദാദിൽ എത്തിച്ചേർന്നതിന് കാരണമുണ്ട്. ഒരു ദിവസം അവൻ താവളത്തിൽ അലസനായിരിക്കുമ്പോൾ അനുയായികളിൽ ഒരുവൻ വന്ന് പറഞ്ഞു, "ആശാനെ, ഇതെന്തിരിപ്പാണ്? കെയ്റോയിലെ അങ്ങാടി തെരുവുകളിൽ കൂടി ഒന്ന് ഇറങ്ങി നടന്നാൽ ഒരു ഉശിര് കിട്ടും. എന്താ, പോരുന്നോ?" അലി എഴുന്നേറ്റു. ഇരുവരും ഒരുമിച്ചിറങ്ങി. തെരുവിൽ ആളുകൾ ഭയബഹുമാനങ്ങളോടെ അലിക്ക് വഴിമാറി കൊടുത്തിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ ഒരു വെള്ളം വിൽപ്പനക്കാരൻ വരുന്നു. വലിയൊരു പാത്രവും 2 കപ്പുകളുമുണ്ട് കയ്യിൽ. അവൻ കപ്പുകൾ മുട്ടിച്ച് താളം പിടിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു പാടി, "വെള്ളം, തണുത്ത വെള്ളം, സ്ഫടികം പോലെ മിന്നുന്ന വെള്ളം, തൊണ്ടയുടെ ആനന്ദം." അലിയെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു, "ഒരു കപ്പ് വെള്ളമെടുക്കട്ടെ?" "ശരി." അലി കൈ നീട്ടി വെള്ളം മേടിച്ച് നിലത്തൊഴിച്ചു കളഞ്ഞു. "പടച്ചോനെ, എൻ്റെ വെള്ളം പക്ഷിക്കണ്ണ് പോലെ തെളിഞ്ഞതാണ്. കളഞ്ഞല്ലോ അത്." "സാരമില്ല, ഒരു പാത്രം കൂടി എനിക്ക് താ." അവൻ കൊടുത്തു. അലി അതും നിലത്തൊഴിച്ചു കളഞ്ഞു. "വെള്ളം വേണ്ടെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോയിക്കൊള്ളാം." പക്ഷേ അലി വീണ്ടും കൈനീട്ടി. 3ാമത് കൊടുത്ത വെള്ളം കുടിച്ചു. ഒരു സ്വർണ്ണ നാണയം അവന് കൊടുത്തു. അവൻ നാണയം വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു, "പടച്ചോൻ്റെ കൃപ. ചെറിയവർ എന്നും ചെറിയവർ തന്നെ. വലിയവരുടെ കാര്യം വേറെ." അവൻ തന്നെ കൊച്ചാക്കിയതാണോ? അലിക്ക് അരിശം വന്നു. "എടോ, 3 കപ്പ് വെള്ളത്തിന് ഒരു സ്വർണം പോരാ അല്ലേ?" അലി അവനെ ഒരൊഴിഞ്ഞ സ്ഥലത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി. "ഇതിൽ കൂടുതൽ ആരെങ്കിലും തരാറുണ്ടോ?" "ഉണ്ട്. ഇതിലും വളരെ ഉദാരനായ ഒരാളെ എനിക്കറിയാം." "അതാര്? പറഞ്ഞാലേ നിന്നെ വിടൂ." അപ്പോൾ വെള്ളം വിൽപ്പനക്കാരൻ പറയാൻ തുടങ്ങി, "അങ്ങുന്നേ, എൻ്റെ പിതാവ് കെയ്റോയിലെ വെള്ളം വിൽപ്പനക്കാരുടെ തലവനായിരുന്നു. കുറേ സ്വത്ത് എനിക്ക് തന്നിട്ടാണ് അദ്ദേഹം മരിച്ചത്. ഞാൻ അതും കൊണ്ട് മെക്കയിൽ പോയി കച്ചവടം ചെയ്തു. പക്ഷേ എല്ലാം നശിച്ചു. കെയ്റോയിലേക്ക് തിരിച്ചു ചെന്നാൽ കടക്കാരെന്നെ വെറുതെ വിടില്ല. അതുകൊണ്ട് ഞാൻ ബാഗ്ദാദിലേക്ക് പോയി. അവിടെ നഗരാധികാരി എനിക്ക് വെള്ളം വിൽപ്പനക്കാരൻ്റെ ജോലി തന്നു. ഞാൻ വെള്ളം വിറ്റ് നടന്നെങ്കിലും എനിക്ക് ഗതി പിടിച്ചില്ല. കെയ്റോയിലെ ആളുകൾക്ക് ദാഹമുണ്ട്. അവർ വെള്ളം വാങ്ങി കുടിക്കും. പക്ഷേ ബാഗ്ദാദുകാർ വെള്ളം വാങ്ങില്ല. വാങ്ങിയാലും പണം തരില്ല. കാരണം വെള്ളം എല്ലാവർക്കും വേണ്ടി ദൈവം നൽകുന്ന അനുഗ്രഹമായിട്ടാണ് അവർ കരുതുന്നത്. അങ്ങനെ ഞാൻ ദരിദ്രനായി അലഞ്ഞു നടന്നു. ദരിദ്രന് എങ്ങും ഗതിയില്ല. വിശപ്പ് സഹിക്കാം. സർവത്ര അപമാനിക്കുന്നതാണ് ദുസ്സഹം. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, സ്വന്തം നാട്ടിൽ ജയിലിൽ കിടന്ന് മരിക്കുന്നതാണ് വെള്ളം വാങ്ങാത്ത അന്യനാട്ടിൽ കിടന്ന് ചാകുന്നതിനേക്കാൾ ഭേദം." ഞാൻ അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോൾ തെരുവിലൊരു ആൾക്കൂട്ടം കണ്ടു. ചെന്ന് നോക്കിയപ്പോൾ ഒരു ഘോഷയാത്ര. കുതിരപ്പുറത്ത് 2 ഗംഭീരന്മാർ, കുറെ അനുയായികളും. തിരക്കിയപ്പോൾ ആളുകൾ പറഞ്ഞു, "ബാഗ്ദാദിൽ ഇത്ര പൊട്ടന്മാരുണ്ടോ? ആർക്കാണിവരെ അറിയാൻ വയ്യാത്തത്?" കുതിരപ്പുറത്ത് മുമ്പിൽ പോകുന്നത് ഖലീഫയുടെ പോലീസ് മേധാവിയായ അഹമ്മദാണ്. മറ്റേയാൾ 2ാം മേധാവിയായ ഹസനാണ്. ഞാനും അവരുടെ പിന്നാലെ കൂടി. "വെള്ളം, വെള്ളം" എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അഹമ്മദ് തിരിഞ്ഞു നോക്കി. അദ്ദേഹം ഇറങ്ങി വന്ന് ഒരു കപ്പ് വെള്ളം ചോദിച്ചു. നിങ്ങൾ ചെയ്തതുപോലെ അദ്ദേഹവും 2 പാത്രം വെള്ളം നിലത്തൊഴിച്ചു കളഞ്ഞു. 3ാമത്തേത് കുടിച്ചു. "നീ കെയ്റോക്കാരനല്ലേ?
ബാഗ്ദാദിൽ എങ്ങനെ വന്നുപെട്ടു? ഞാൻ എൻ്റെ ദയനീയ കഥ വിവരിച്ചു. അദ്ദേഹം എനിക്ക് 5 സ്വർണം തന്നു. അനുയായികളായ വില്ലാളികളും വെള്ളം വാങ്ങിക്കുടിച്ച് എനിക്ക് പണം തന്നു. അങ്ങനെ എനിക്ക് 100 സ്വർണ്ണ നാണയം കിട്ടി. ഞാൻ കെയ്റോയിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചതറിയിച്ചപ്പോൾ അഹമ്മദ് ചോദിച്ചു, നീ കെയ്റോയിൽ ആരെയെല്ലാം അറിയും? ദയാലുക്കളെ എല്ലാം അറിയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു കത്തെടുത്ത് തന്നിട്ട് പറഞ്ഞു, ഇത് കെയ്റോയിൽ എൻ്റെ പഴയ ചെങ്ങാതിയായ മിന്നൽ അലിക്ക് കൊടുക്കണം. ഞാൻ കത്തും വാങ്ങി പോന്നു. കെയ്റോയിൽ വെള്ളം വിൽപ്പന തുടങ്ങി. അഹമ്മദിൻ്റെ ചങ്ങാതിയായ അലിയെ അന്വേഷിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. കുറേ നാളായി കത്തും കയ്യിൽ കരുതി നടക്കുന്നു. വെള്ളം വിൽപ്പനക്കാരൻ അത് പറഞ്ഞു തീരും മുമ്പ് അലി അവനെ കെട്ടിപ്പിടിച്ചു. ചെങ്ങാതി, നീ എനിക്ക് മാപ്പ് തരണം. ഞാനാണ് നീ അന്വേഷിക്കുന്ന അലി. എവിടെ അഹമ്മദിൻ്റെ കത്തെവിടെ? അവൻ കത്തെടുത്തു കൊടുത്തു. അലി ഉത്കണ്ഠയോടെ കത്ത് വായിച്ചു. എൻ്റെ വലങ്കയ്യായിരുന്ന ചെങ്ങാതി, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ നിന്റെ കൈകളിലേക്ക് പറന്നെത്തിയേനെ. പക്ഷേ ചിറക് ബന്ധിക്കപ്പെട്ട പക്ഷി എങ്ങനെ പറക്കും? എൻ്റെ കൂടെ നമ്മുടെ തൊഴിലിൽ സമർത്ഥരായ 40 പേരുണ്ട്. ഒട്ടകമലിയും അതിലുൾപ്പെടും. ഞാനിപ്പോൾ പോലീസ് മേധാവിയാണ്. വലിയ ശമ്പളത്തിന് പുറമെ ആളുകളിൽ നിന്നും അല്പസ്വല്പമൊക്കെ വേറെയും കിട്ടും. നീ ബാഗ്ദാദിലേക്ക് വന്നാൽ തൊഴിലിന് സൗകര്യം കൂടും. നിന്റെ സാമർഥ്യം തെളിയിച്ചാൽ ഖലീഫയുടെ പ്രീതി പാത്രമാകാം. അങ്ങനെ നിനക്ക് നല്ല പദവി നേടാനിടയാകും. നീ പറന്നുവാ. അലി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ തൻ്റെ താവളത്തിലേക്ക് ഓടി. അനുയായികളോട് കാര്യം പറഞ്ഞു. യാത്രാവേഷങ്ങളണിഞ്ഞ് 2 കടാരകൾ എളിയിൽ തിരുകി കുന്തവുമേന്തി കുതിരപ്പുറത്ത് കയറി. അലി വഴിയിൽ വെച്ച് ഒരു കച്ചവടക്കാരൻ്റെ കൂടെ കൂടി. ഡെമാസ്കസിലെ കച്ചവട തലവൻ മെക്കയിൽ നിന്നും മടങ്ങുകയായിരുന്നു. അലി യാത്രയിൽ അയാളെ സഹായിച്ചതുകൊണ്ട് കുറെ പണം കൊടുത്തു. അതവൻ കെയ്റോയിലെ അനുയായികൾക്ക് അയച്ചു കൊടുത്തു. ബാഗ്ദാദിലെത്തിയ അലി തൻ്റെ ആശാനായ അഹമ്മദിൻ്റെ വീട് തിരക്കി നടന്നു. വഴിയിൽ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. സൈനബയുടെ ചേട്ടത്തിയുടെ മകൻ തോന്നിയാസി മഹമ്മൂദ് കൂട്ടത്തിലുണ്ടായിരുന്നു. അലി മഹമ്മൂദിന് ഒരു അലുവ കഷ്ണം കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ട് അഹമ്മദിൻ്റെ വീട് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ പയ്യൻ പറഞ്ഞു, ഞാൻ മുമ്പിൽ നടക്കും. ആ വീടിൻ്റെ അടുത്തെത്തുമ്പോൾ ഒരു ചെറിയ കല്ല് ആ വശത്തേക്ക് തട്ടിത്തെറിപ്പിക്കും. അപ്പോൾ വീട് കാണിച്ചു തന്നത് ഞാനാണെന്ന് ആരും അറിയില്ലല്ലോ. പയ്യൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. പയ്യൻ്റെ സാമർഥ്യം കണ്ട അലി പറഞ്ഞു, ഞാൻ പോലീസ് മേധാവിയായാൽ നിന്നെയായിരിക്കും എൻ്റെ കൂട്ടത്തിൽ ആദ്യം ചേർക്കുക. അലി അഹമ്മദിൻ്റെ വാതിൽക്കൽ മുട്ടി. മുട്ടിൻ്റെ താളം കേട്ടപ്പോൾ അലിയാണെന്ന് അഹമ്മദിന് മനസ്സിലായി. എൻ്റെ മോനതാ എത്തിപ്പോയി. വാതിൽ തുറക്കടാ ഒട്ടകം. ഒട്ടകം വാതിൽ തുറന്നു. അലിയും അഹമ്മദും കെട്ടിപ്പുണർന്നു. ആ രാത്രി അവരാഘോഷിച്ചു. പിറ്റേന്ന് ഖലീഫയെ കാണാൻ പുറപ്പെട്ടപ്പോൾ അഹമ്മദ് അലിയോട് പറഞ്ഞു, ബാഗ്ദാദിൽ നീ ആദ്യമായി വരികയാണ്. സൂക്ഷിക്കണം. ഞാൻ വരുന്നതുവരെ പുറത്തേക്കെങ്ങും ഇറങ്ങരുത്. ഇത് ഖലീഫയുടെ നഗരമാണ്. ഈജിപ്തിൽ ഈച്ചകളെ എന്നവണ്ണം ഇവിടെ നിറയെ ചാരന്മാരുണ്ട്. അലി സമ്മതിച്ചു. അങ്ങനെ 3 ദിവസം അവൻ വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞു. 4-ാം ദിവസം വല്ലാത്ത വിരസത തോന്നിയപ്പോൾ അലി പുറത്തേക്കിറങ്ങി. ഒരു കടയിൽ കയറി. അപ്പോൾ തെരുവിലൂടെ ഒരു ഘോഷയാത്ര. മുമ്പിൽ അകമ്പടിക്കാർ, പിന്നിൽ കഴുതപ്പുറത്ത് ഒരു സ്ത്രീ. അവളുടെ തലയിൽ സ്വർണ്ണത്തൊപ്പി, തൊപ്പിയിൽ വെള്ളി കൊണ്ടുള്ള ഒരു പ്രാവിൻ്റെ രൂപം. അലി പകച്ചു നിന്നു. അത് പുതിയതായി ജോലി കിട്ടിയ കൗശലക്കാരി ദിലേലയായിരുന്നു. അവൾ അലിയെ കണ്ടപ്പോൾ സൂക്ഷിച്ചു നോക്കി. അവൻ്റെ രൂപകാന്തി അവൾക്ക് പിടിച്ചതായി തോന്നി. എന്നാൽ അവന് അഹമ്മദിനോട് ചെറിയ സാദൃശ്യം തോന്നിയതുകൊണ്ട് അവൾ കൂട്ടത്തിലൊരുവൻ്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. അവൻ അലിയെക്കുറിച്ച് കച്ചവടക്കാരനോട് തിരക്കി. എങ്കിലും ഒന്നും പിടികിട്ടിയില്ല. ദിലൈല
വീട്ടിൽ ചെന്ന ഉടനെ മകളോട് പറഞ്ഞു, നമ്മുടെ ശത്രുവായ അഹമ്മദിന്റെ ചായയിൽ ഒരുത്തനെ തെരുവിൽ കണ്ടു. കണ്ടാൽ അഴകുണ്ട്, പക്ഷേ നമ്മളെ പറ്റിക്കാനാണോ അവന്റെ വരവ്? ദിലൈല ജ്യോതിഷവിദ്യ പ്രയോഗിച്ചു നോക്കി. അപ്പോൾ സംഗതികൾ പിടികിട്ടി. അഹമ്മദിന്റെ ചങ്ങാതി മിന്നൽ അലി എന്നൊരുവനാണ് ആ അപരിചിതൻ. സൈനബ അഹമ്മദിനെ വിഡ്ഢിയാക്കിയതിന് പകരം ചോദിക്കാൻ വന്നിരിക്കുന്നവനാണ്. സൈനബയ്ക്ക് അത് വിശ്വാസമായില്ല. പക്ഷേ വൃദ്ധ പ്രശ്നഫലം ഊന്നി പറഞ്ഞപ്പോൾ അവളൊന്ന് ഉണർന്നു. അവൾ വേഗം അണിഞ്ഞൊരുങ്ങി. പകിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചു. സുറുമ കൊണ്ട് കണ്ണും പുരികവും കറുപ്പിച്ചു. പുഞ്ചിരി തൂകി. കണ്ണൊന്ന് വെട്ടിച്ചു നോക്കി. ശരി, അയാളെ ഒന്ന് കാണണമല്ലോ. സൈനബ പുറത്തേക്കിറങ്ങി. അവൾ തെരുവിലൂടെ വിലാസവതിയായി നടന്നു. മുഖാവരണത്തിനുള്ളിൽ അവളുടെ കണ്ണുകൾ ചടുലങ്ങളായി. വഴി നീളെ അവൾ കൊല്ലുന്ന കടാക്ഷങ്ങൾ വിതറി. ചിലർക്ക് പുഞ്ചിരിയോടെ, ചിലർക്ക് നിശബ്ദമായി പ്രതിജ്ഞയോടെ, ചിലർക്ക് ചോദ്യങ്ങളോടെ. അവളുടെ വളക്കിലുക്കം യുവാക്കളെ ഉണർത്തി. അധികം താമസിച്ചില്ല. അലി ഒരു കടയിൽ നിൽക്കുന്നത് അവൾ കണ്ടു. അവൾ പാദസ്ഥിരം കിലുക്കിക്കൊണ്ട് കടയിലേക്ക് കയറി. അറിയാത്ത ഭാവത്തിൽ അവൻ്റെ മേൽ തോളൊന്നുരസി. അലി തിരിഞ്ഞു നോക്കി. വീണ്ടും വീണ്ടും നോക്കി. വശ്യമായി പുഞ്ചിരി, തിളങ്ങുന്ന കടാക്ഷം. അവൻ മൃദുസ്വരത്തിൽ ചോദിച്ചു, മൊഞ്ചത്തി, നീ ആരുടെ മുതലാണെന്ന് പറയാമോ? നിങ്ങളെപ്പോലെ സുന്ദരന്മാരായ ആരുടെയും എന്നായിരുന്നു അവളുടെ തേൻമൊഴി. കെട്ടുകഴിഞ്ഞതാണോ അതോ? കെട്ടിയവനുണ്ട്, പേടിക്കാനില്ല. മൂപ്പർ ഒരു കച്ചവടക്കാരനാണ്. യാത്ര പോയിരിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ. അസൗകര്യമില്ല. എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമായി. അലിക്ക് നിധി കിട്ടിയതുപോലെ സന്തോഷമായി. നിന്നെപ്പോലെ ഒരുവൾ ക്ഷണിച്ചാൽ നിരസിക്കുകയോ? അവൾ പുറത്തേക്കിറങ്ങി. അലി അവളെ പിന്തുടർന്നു. വഴിയിൽ വെച്ച് അവന് സംശയം തോന്നി. അവളുടെ ഭർത്താവെങ്ങാനും ചാടി വീണാലോ? സൂക്ഷിക്കണം. അവൻ പറഞ്ഞു, നമ്മുടെ വിരുന്ന് നാളെയാകാം. ഇന്ന് എനിക്ക് വേറെ അത്യാവശ്യമുണ്ട്. പക്ഷേ അവൾ കൊഞ്ചിയും കുണുങ്ങിയും വീണ്ടും അവനെ മയക്കി കൂട്ടിക്കൊണ്ടുപോയി. ഒരു വലിയ വീടിൻ്റെ മുമ്പിലെത്തി. വാതിൽ പൂട്ടിക്കിടന്നിരുന്നു. സൈനബ തൻ്റെ ഉടുപ്പിനുള്ളിൽ താക്കോൽ തപ്പുന്നതായി ഭാവിച്ച് വിരൽ കടിച്ച് അവനോട് പറഞ്ഞു, അയ്യയ്യോ, താക്കോൽ കളഞ്ഞു പോയെന്ന് തോന്നുന്നു. ഇനി എന്തു ചെയ്യും? തുറക്കാൻ പറ്റുമോ? താക്കോലില്ലാതെ എങ്ങനെയാണ് പൂട്ടു തുറക്കുക? അലി ചോദിച്ചു. അപ്പോൾ അവൾ മുഖാവരണത്തിൽ കൂടി അവനെ മനോഹരമായി ഒന്ന് കടാക്ഷിച്ചു. കടാക്ഷം മിന്നലലിയുടെ ഉള്ളിലെ പൂട്ടുകളെല്ലാം തുറന്നു. അവൻ്റെ വിരലുകൾ ചലിച്ചു. നിമിഷം കൊണ്ട് വാതിൽ തുറന്നു. വലിയൊരു തളത്തിലേക്കാണ് പ്രവേശിച്ചത്. അവിടെ വില പിടിച്ച സജ്ജീകരണങ്ങളുണ്ടായിരുന്നു. സൈനബ അവനെ ക്ഷണിച്ചിരുത്തി. നല്ല ആഹാരങ്ങൾ വിളമ്പി. ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് അവൾ കൗശലപൂർവ്വം അവൻ്റെ പ്രേമചാബല്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. അവൻ ചുംബിക്കാൻ ഞാഞ്ഞപ്പോൾ അവൾ അവൻ്റെ ചുണ്ടുപൊത്തി. ഭക്ഷണം കഴിഞ്ഞ് ഇരുവരും കൈ കഴുകാൻ മുറ്റത്തേക്കിറങ്ങി. സൈനബ തൊട്ടി കിണറ്റിലിട്ട് വെള്ളം കോരുന്നതിനിടയിൽ, അയ്യോ, എൻ്റെ കാതിലെ വളയം എന്ന് പറഞ്ഞ് തൊട്ടി കൈവിട്ട് കിണറ്റിലേക്ക് ആഞ്ഞു. എന്തു പറ്റി കരളെ? അലി ചോദിച്ചു. അയ്യോ, 500 സ്വർണം കൊടുത്ത് ഭർത്താവ് വാങ്ങിത്തന്നതാണ് എൻ്റെ കാതിലെ വളയം. അത് കിണറ്റിൽ വീണുപോയി. വലിയ ആഴമില്ല, ഞാൻ തന്നെ ഇറങ്ങി തപ്പിയെടുക്കാം എന്ന് പറഞ്ഞ് അവൾ വസ്ത്രങ്ങൾ അഴിക്കാൻ തുടങ്ങി. ഞാൻ ഇവിടെയുള്ളപ്പോൾ ഈ കാര്യം നീ ചെയ്താൽ നാണക്കേടല്ലേ? ഞാൻ തന്നെ അത് തപ്പിയെടുക്കാം. അവൻ വസ്ത്രങ്ങൾ അഴിച്ച് കയറുവഴി കിണറ്റിലേക്ക് ഇറങ്ങി. അവൻ വെള്ളത്തിലിറങ്ങിയപ്പോൾ സൈനബ കയറ് മുകളിലേക്ക് വലിച്ചെടുത്തു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, വെള്ളത്തിലായില്ലേ? ഇനി അഹമ്മദ് വന്നിട്ട് കരയ്ക്ക് കയറിയാൽ മതി. അവൾ ഉടൻ തന്നെ സ്ഥലമിട്ടു. ഖലീഫയുടെ ഉദ്യോഗസ്ഥന്മാരിൽ പ്രമാണിയായ ഒരാളുടെ വീടായിരുന്നു അത്. അയാൾ വീട് പൂട്ടി ഉദ്യോഗകാര്യാർത്ഥം പോയിരിക്കുകയായിരുന്നു. സന്ധ്യയ്ക്ക് മടങ്ങി വന്ന് നോക്കിയപ്പോൾ ഉമ്മറവാതിൽ തുറന്നു കിടക്കുന്നു.
കള്ളൻ കയറിയിട്ടുണ്ടാകുമോ? കൂടെയുണ്ടായിരുന്ന പരിചാരകൻ എല്ലാ മുക്കും മൂലയും പരിശോധിച്ചു. സൈനബ തീന്മേശയെല്ലാം യഥാസ്ഥാനത്താക്കിയിട്ടാണ് പോയത്. ഒന്നും സംഭവിച്ചിട്ടില്ല. യജമാനൻ പരിചാരകനോട് വെള്ളം മുക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ നിറഞ്ഞ തൊട്ടി വലിക്കാൻ തുടങ്ങിയപ്പോൾ വല്ലാത്ത ഭാരം. കിണറ്റിലേക്ക് എത്തി നോക്കി. അപ്പോൾ തൊട്ടിയിലുണ്ട് ഒരുത്തനിരിക്കുന്നു. അയ്യോ, കിണറ്റിലൊരു ഭൂതം എന്ന് വിളിച്ചു കരഞ്ഞ് അവൻ കയറും വിട്ടോടി. വീട്ടുടമ പരിഭ്രമിച്ചു പോയി. ഉടനെ ഖുറാൻ വായിച്ചു. ഭൂതബാധ ഒഴിക്കാൻ ആളെ വിളിക്കാൻ ഏർപ്പാട് ചെയ്തു. 4 പേർ കിണറ്റിന് ചുറ്റുമിരുന്ന് ഖുറാൻ വായിച്ചു. വേലക്കാരനും വീട്ടുടമയും ചേർന്ന് തൊട്ടി വലിച്ചു പൊക്കി കരക്കിട്ടപ്പോൾ ഒരുത്തൻ തൊട്ടിയിൽ നിന്നും പുറത്തേക്ക് ചാടി. അല്ലാഹു അക്ബർ! വീട്ടുടമ ഞെട്ടിപ്പോയി. നോക്കിയപ്പോൾ മനുഷ്യൻ തന്നെയാണ്. നീ ഏതാണടാ തെമ്മാടി? കള്ളനാണോ? ദൈവം സത്യമായുമല്ല, ഞാനൊരു പാവപ്പെട്ട മുക്കുവനാണ്. ഞാൻ ടൈഗ്രീസ് നദീതീരത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. സ്വപ്നത്തിൽ എൻ്റെ ശരീരത്തിൽ അഴുക്ക് നിറഞ്ഞതായി തോന്നി. എഴുന്നേറ്റ് പുഴയിലേക്കിറങ്ങി. ഒരു ചുഴിയിൽപ്പെട്ട് മുങ്ങിപ്പൊങ്ങിയപ്പോൾ ഞാൻ ഈ കിണറ്റിലാണ്. ദൈവം രക്ഷിച്ചു. വീട്ടുടമയ്ക്ക് ദയ തോന്നി. ഉടുക്കാൻ ഒരു വസ്ത്രവും കൊടുത്ത് അവനെ വിട്ടയച്ചു. അലി മടങ്ങിച്ചെന്നപ്പോൾ അഹമ്മദ് അക്ഷമനായി കാത്തിരിക്കുന്നു. അലി തനിക്ക് പറ്റിയ അമളി പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാവരും പൊട്ടിപ്പൊട്ടി ചിരിച്ചു. ഒട്ടകം പരിഹസിച്ചു. നീ കെയ്റോയിലെ കള്ളന്മാരുടെ ആശാനായതാണ് അത്ഭുതം. ഒരു പെണ്ണ് നിന്നെ ഉടുതുണിയും കവർന്ന് കിണറ്റിലേക്ക് ഇറക്കിയല്ലോ. ഏതാണ് ആ പെണ്ണ്, അറിയുമോ? ഹസൻ ചോദിച്ചു. ഒരു കച്ചവടക്കാരൻ്റെ ഭാര്യയാണ്. പേരറിയില്ല. ഹസൻ പൊട്ടിച്ചിരിച്ചു. ഞാൻ പറയാം. അവൾക്ക് കെട്ടിയോനുണ്ടെന്നാണ് നീ ധരിച്ചിരിക്കുന്നത്. പക്ഷേ അവൾ കന്യകയാണ്. സൈനബ എന്നാണ് പേര്. ദിലൈലയുടെ മകൾ. ബാഗ്ദാദിനെ വിരലിലിട്ട് ചുറ്റിക്കുന്ന പെണ്ണുങ്ങൾ. നമ്മുടെ കപ്പിത്താൻ അഹമ്മദിൻ്റെയും അനുയായികളുടെയും ഉടുതുണി അപഹരിച്ചതും ആ പെണ്ണ് തന്നെ. ഇനിയിപ്പോൾ നീ എന്തു ചെയ്യാൻ പോകുന്നു? അലി അല്പം ആലോചിച്ചിട്ട് പറഞ്ഞു. അവളെ കെട്ടാൻ. അവളെ എനിക്ക് കിട്ടിയേ തീരൂ. അങ്ങനെയാണെങ്കിൽ വഴിയുണ്ടാക്കാം. എൻ്റെ സഹായമില്ലാതെ നിനക്കവളെ തൊടാൻ കിട്ടില്ല. അലി ഹസനോട് കിണഞ്ഞപേക്ഷിച്ചു. തൻ്റെ അനുയായിയാകാമെന്ന് സത്യം ചെയ്യിപ്പിച്ച ശേഷം ഹസൻ അവനെ തുണയ്ക്കാൻ സന്നദ്ധനായി. ഹസൻ അലിയെ നഗ്നനാക്കി. ശരീരം മുഴുവൻ കറുത്ത ചായം പുരട്ടി. ചുണ്ടിലും കണ്ണുകൾക്ക് ചുറ്റിലും അല്പം ചുവന്ന ചായവും പുരട്ടി ഒരു കറുത്ത വർഗക്കാരനെ പോലെയാക്കി. എന്നിട്ട് കറുത്ത വർഗക്കാരൻ്റെ വസ്ത്രം ധരിപ്പിച്ചു. ഇനി നീ ഒരു പാചകക്കാരനാകണം. ദിലൈലയുടെ പാചകക്കാരൻ ഒരു കറുത്ത വർഗക്കാരനാണ്. അവിടുത്തെ കാവൽക്കാർക്കും നായ്ക്കൾക്കും ഭക്ഷണം തയ്യാറാക്കുന്നത് അവനാണ്. നീ അവനെ കൂട്ടുപിടിക്കണം. അവൻ്റെ കൂടെ കുടിച്ച് രസിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കണം. ദിലൈലയുടെ പാചകശാലയിൽ അങ്ങനെ കുടിച്ച് രസിച്ച് മയങ്ങുമ്പോൾ അടുക്കളയിലെ സമ്പ്രദായങ്ങളും ഓരോരുത്തരുടെയും ഭക്ഷണക്രമങ്ങളും മറ്റും അവനോട് ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ അവന് വീഞ്ഞിൽ മയക്കുമരുന്ന് കൊടുത്ത് കിടത്തണം. എന്നിട്ട് എല്ലാവർക്കുമുള്ള ഭക്ഷണം നീ തന്നെ പാചകം ചെയ്ത് എല്ലാറ്റിലും മയക്കുമരുന്ന് ചേർത്ത് കൊടുക്കണം. എല്ലാവരും വീണ് കഴിയുമ്പോൾ ആഭരണങ്ങളും വസ്ത്രങ്ങളും കവർന്നുകൊണ്ടുവരണം. ദിലൈലയുടെ പ്രാവുകളെയെല്ലാം പിടിച്ച് ഒരു കൂട്ടിലാക്കി കൊണ്ടുവരാൻ മറക്കരുത്. അലി ദിലൈലയുടെ പാചകശാലയിലെത്തി. ഹസന്റെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചു. ഭക്ഷണം കഴിച്ച് ബോധശൂന്യായി ദിലൈലയുടെയും കിങ്കരന്മാരുടെയും വസ്ത്രാഭരണങ്ങൾ നിഷ്പ്രയാസം അപഹരിച്ച് ഒടുവിൽ സൈനബയുടെ മുറിയിൽ ചെന്നു. മനോഹരിയായ അവൾ മയങ്ങിക്കിടക്കുന്നു. അവൻ്റെ ഹൃദയം തുടിച്ചു. അലി ഭാവി വധുവിൻ്റെ മൃദുല ശരീരം ഒന്ന് തലോടി. ഉള്ളങ്കാലിൽ ഇക്കിളി കൂട്ടി. അബോധാവസ്ഥയിലാണെങ്കിലും അവൾ കുടഞ്ഞു ചവിട്ടി. അതവളുടെ സ്വഭാവശുദ്ധിയുടെ ലക്ഷണമായിരുന്നു. അലി അതിൽ സന്തുഷ്ടനായി. അവൻ പതുക്കെ അവളുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും അഴിച്ചെടുത്തു. പിന്നെ തിരിഞ്ഞു നോക്കാതെ സ്വയം നിയന്ത്രിച്ച് പുറത്തു കടന്നു. പ്രാവുകളെല്ലാം പിടിച്ച് കൂട്ടിലാക്കി കയ്യിലെടുത്ത് ഉടൻ സ്ഥലം വിട്ടു.
ദിലേലയാണ് ആദ്യം ഉണർന്നത്. അവൾ തെല്ലിട അമ്പരന്നിരുന്നു. വേഗം വസ്ത്രങ്ങൾ ധരിച്ച് ഓടി നടന്ന് പരിശോധിച്ചു. എല്ലാവരും മയങ്ങിക്കിടക്കുന്നു. പ്രാവുകളെ കാണാനുമില്ല. അവൾ സൈനബയുടെ മുറിയിലേക്ക് ഓടി. മകളുടെ നഗ്ന ശരീരത്തിൽ ഒരു കുറിപ്പെഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. ഉദാരനും സമർത്ഥനും ധീരനുമായ കെയ്റോയിലെ മിന്നൽ അലിയാണ് ഇവിടെ വന്നത്. കുറിപ്പ് വായിച്ച് ദിലൈല നെടുവീർപ്പെട്ടു. മകളുടെ ശരീരം പരിശോധിച്ചു. ദൈവാധീനം, അവൾക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല. അവൻ പിശകൊന്നും കാണിച്ചിട്ടില്ല. ദിലൈല മകളെ ഉണർത്തി. ഇരുവർക്കും ജാള്യം തോന്നി. പക്ഷേ മിന്നലലി നിന്നെ തൊട്ടിട്ടില്ല. അതിന് നന്ദി. വൃദ്ധ വേഗം അഹമ്മദിന്റെ വീട്ടിലേക്ക് ചെന്നു. വാതിൽക്കൽ മുട്ടി. ഹസന് മനസ്സിലായി അത് ദിലൈലയാണെന്ന്. അലി വാതിൽ തുറന്നു. വൃദ്ധ കാതുകൾ വരെ നീണ്ട ഒരു ചിരി ചിരിച്ച് എല്ലാവരെയും വണങ്ങി. അഹമ്മദും കൂട്ടരും അപ്പോൾ പ്രാവുകളെ പൊരിച്ചിറച്ചി തിന്നുകയായിരുന്നു. അവർ വൃദ്ധയെ സ്വീകരിച്ചു. ഇരിക്കൂ, പൊരിച്ച പ്രാവിൻ്റെ ഇറച്ചി അല്പം തിന്നു നോക്കൂ. ദിലേലയുടെ കണ്ണിലിരുട്ട് കയറി. ഖലീഫയുടെ വാളിൻ്റെ തിളക്കം കൂട്ടുന്നിരുട്ട്. അവൾ കിതച്ചു. ഖലീഫയുടെ പ്രാവുകളെ കട്ടുകൊന്നു തിന്നാൻ നിങ്ങൾക്കെങ്ങനെ ധൈര്യം വന്നു? ആരാണ് ഖലീഫയുടെ പ്രാവുകളെ കട്ടത്? ആ ഇരിക്കുന്ന കെയ്റോക്കാരൻ മിന്നലലി. അപ്പോൾ അലി പറഞ്ഞു, പ്രാവുകൾ ഖലീഫയുടേതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. കുറെ എണ്ണത്തിനെ കൊല്ലാതെ കരുതിയിട്ടുണ്ട്. ദിലൈല ഒരു കഷ്ണം ഇറച്ചിയെടുത്ത് കടിച്ചു നോക്കി. ദൈവം രക്ഷിച്ചു, ഇതെൻ്റെ പ്രാവുകളുടെ ഇറച്ചിയല്ല. കസ്തൂരി തെളിച്ച ധാന്യങ്ങൾ കൊടുത്തിട്ടാണ് ഞാൻ അവയെ വളർത്തിയിട്ടുള്ളത്. ആ മണം ഇതിനില്ല. പ്രാവുകളെ ഒന്നിനെയും കൊന്നിട്ടില്ല. ഒരു കാര്യം സമ്മതിച്ചാൽ എല്ലാറ്റിനെയും തിരിച്ചു തരാം. വൃദ്ധ വഴങ്ങി. ഹസൻ പറഞ്ഞു, മിന്നലലിക്ക് സൈനബയെ വിവാഹം ചെയ്തു കൊടുക്കണം. വൃദ്ധ അല്പം ആലോചിച്ചു. അത് ഞങ്ങൾക്കൊരു ബഹുമതിയാണ്. പക്ഷേ ഒന്നാമതായി അവൾ സമ്മതിക്കണം. പിന്നെ അവൾക്കൊരു അമ്മാവനുണ്ട്, എൻ്റെ സഹോദരൻ. പൊരിച്ച മീൻ കച്ചവടം ചെയ്യുന്ന സുരേഖിനെ അറിയില്ലേ? അദ്ദേഹം സമ്മതിക്കാതെ വിവാഹം നടക്കില്ല. ഞാൻ പറഞ്ഞു നോക്കാം. ഹസൻ പ്രാവുകളെ മടക്കി കൊടുത്തു. ദിലൈല വീട്ടിൽ ചെന്ന് മകളോട് വിവാഹകാര്യം പറഞ്ഞു. മിന്നലലി കണ്ടാൽ സുന്ദരനാണ്, മിടുക്കനും മര്യാദക്കാരനുമാണ്. അയാളെ കല്യാണം കഴിക്കാൻ എനിക്ക് വിരോധമില്ല. പക്ഷേ നിന്റെ അമ്മാവൻ അതിന് സമ്മതിക്കുമോ? സുരൈഖ് അവനെ കൊന്നുകളയും. മിന്നലലി ഹസനോട് സുരൈഖിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചു. ഹസൻ പറഞ്ഞു, കല്യാണമോഹം അങ്ങ് കളഞ്ഞേക്ക്. ആ കള്ളക്കിഴവൻ ഒരിക്കലും സമ്മതിക്കില്ല. അവൻ മുമ്പ് ഇറാഖിലെ ഏറ്റവും വലിയ കള്ളനായിരുന്നു. ഒരു വെള്ളി നാണയം പോലെ നിമിഷം കൊണ്ട് അവൻ ചന്ദ്രനെ കവർന്നെടുത്ത് കീശയിലാക്കും. അവൻ്റെ ബുദ്ധി കിടയറ്റതാണ്. ഇപ്പോൾ കച്ചവടം നടത്തുകയാണെങ്കിലും പഴയ സാമർഥ്യത്തിന് കുറവൊന്നുമില്ല. കിളവൻ കടയുടെ മുമ്പിൽ ഒരു പണസഞ്ചി കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ബാഗ്ദാദിലെ കള്ളന്മാരെയും കുരുട്ട് വിദ്യക്കാരെയുമെല്ലാം ഒരു വിളംബരം നടത്തി വെല്ലുവിളിച്ചിട്ടുണ്ട്. അവനറിയാതെ ആ പണസഞ്ചി കൈക്കലാക്കുന്നവർക്ക് അതെടുത്തുകൊണ്ട് പോകാം. പക്ഷേ ഇന്ന് വരെ ഒരാൾക്കും ആ കൃത്യം ചെയ്യാനായിട്ടില്ല. അതിന്മേലെങ്ങാനും തൊട്ടാൽ അവൻ കടയിൽ എവിടെ ഇരുന്നാലും അറിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കല്യാണമോഹം ഉപേക്ഷിച്ചേക്കാൻ. ആഹ്ലാദത്തിൻ്റെ ആരംഭം വിസ്മൃതിയിലാണ്. മറക്കാനാകുന്നവന് മറക്കപ്പെട്ട വസ്തു കൂടാതെ തന്നെ സന്തോഷത്തോടെ ജീവിക്കാനാകും. ഹസന്റെ വാക്കുകൾ അലിയുടെ ഉത്സാഹം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അലി പറഞ്ഞു, എനിക്കവളെ മറക്കാനാവില്ല. ഞാൻ ആ കിളവൻ്റെ പണസഞ്ചി കൈക്കലാക്കും. വിവാഹത്തിന് സമ്മതിച്ചാലേ തിരിച്ചു കൊടുക്കൂ. അലി ഒരു സുന്ദരിയുടെ വേഷം കെട്ടി. ആട്ടിൻ ചോര സഞ്ചിയിലാക്കി ഉദരത്തിൽ വെച്ച് കെട്ടി. അംഗവസ്ത്രം ധരിച്ചു. അപ്പോൾ അവൻ സുന്ദരിയായ ഒരു ഗർഭിണിയായി. അങ്ങനെ പതുക്കെ സുരേഖിൻ്റെ കടയിലേക്ക് നടന്നു. പാവം, വയറ് താങ്ങാൻ വയ്യ. ആളുകൾക്ക് ദയ തോന്നി. ഒരു കഴുതക്കാരൻ പയ്യൻ എതിരെ വന്നു. ഗർഭിണി പയ്യനോട് പറഞ്ഞു, പൊരിച്ച മീനിൻ്റെ മണം വരുന്നു. എനിക്ക് വല്ലാത്ത കൊതി തോന്നുന്നു.
നീ ആ കടയിൽ കയറി ഒരെണ്ണം വാങ്ങിക്കൊണ്ടുവാ. അല്ലെങ്കിൽ ഈ പെരുവഴിയിൽ വെച്ച് തന്നെ പ്രസവിച്ചു പോകുമെന്ന് തോന്നുന്നു. അവൻ പണം വാങ്ങി കടയിൽ ചെന്ന് കാര്യം പറഞ്ഞു. അവളുടെ വയറ്റിലെ കുട്ടി ഇപ്പോൾ പുറത്തു ചാടും. വേഗം തരണം. മീൻ പൊരിച്ചു കഴിഞ്ഞിട്ടില്ല. കുറച്ച് താമസമുണ്ട്. തിരക്കുണ്ടെങ്കിൽ നടന്നു കാണിക്ക്. കിഴവൻ തിരിഞ്ഞു നോക്കാതെ ഇരിപ്പായി. ഗർഭിണി കടയിലേക്ക് കയറി ചെന്നു. അവൾ പ്രസവ വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു. പയ്യൻ വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമാകുമെന്ന്. പൊരിച്ച മീൻ വേഗം കൊണ്ടുവരൂ. അത്രയുമായപ്പോൾ കിഴവൻ അകത്തേക്കോടി. ആ തക്കം നോക്കി അലി പണസഞ്ചി പിടിച്ചു വലിച്ചു. ഉള്ളിൽ മണിനാഥം മുഴങ്ങി. കിഴവൻ ചാടി വന്ന് കയ്യിൽ കിട്ടിയ ഈയക്കട്ടയെടുത്ത് ഒരേറ്. അത് ഗർഭിണിയുടെ വയറ്റത്ത് കൊണ്ടു. സഞ്ചി പൊട്ടി. ആളുകൾ കിഴവനെ ചീത്ത പറഞ്ഞു. ദുഷ്ടാ, നിന്റെ ഈ നശിച്ച ഏർപ്പാട് നിർത്തണം. തിക്കും തിരക്കുമായി. അലി ഇതിനിടയിൽ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ അവൻ പിന്മാറിയില്ല. പിറ്റേന്ന് ഒരു പരിചാരകന്റെ വേഷത്തിൽ അവൻ കടയിൽ ചെന്നു. പൊരിച്ച മീൻ ആവശ്യപ്പെട്ടു. കിഴവൻ അകത്തേക്ക് പോയപ്പോൾ വീണ്ടും പണസഞ്ചിയിൽ കയറി പിടിച്ചു. മണി മുഴങ്ങി. കിഴവൻ പാഞ്ഞെത്തി ഈയക്കട്ട എടുത്തെറിഞ്ഞു. കാട്ടുകള്ള, നിന്നെ ഞാൻ അറിയില്ലെന്നാണോ വിചാരം? അലി ഒരുവിധം ഓടി രക്ഷപ്പെട്ടു. ഏറുകൊണ്ടത് കാദിയുടെ പരിചാരകൻ തലയിൽ ചുമന്നിരുന്ന തൈർക്കലത്തിലായിരുന്നു. ആളുകൾ ഓടിക്കൂടി. ഇത്തവണ കാദി നിന്നെ ശരിപ്പെടുത്തിക്കൊള്ളും. ആളുകൾക്ക് ഉറപ്പായി. അലി തൻ്റെ പരാജയം ഹസനെ അറിയിച്ചു. പിറ്റേന്ന് അലി ഒരു പാമ്പാട്ടിയുടെ വേഷത്തിൽ ചെന്ന് ഒരു പരിശ്രമം കൂടി നടത്തി. അതിലും വിജയിച്ചില്ല. ആളുകളുടെ ആക്ഷേപം സഹിക്കവയ്യാതായപ്പോൾ കിഴവൻ പണസഞ്ചി അഴിച്ചെടുത്തു. വീട്ടിൽ കൊണ്ടുപോയി അത് ഭാര്യയെ ഏൽപ്പിച്ചു. സുരേഖിൻ്റെ ഭാര്യ ഒരു നീഗ്രോ വനിതയായിരുന്നു. അവർക്ക് ഒരാൺകുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ സുന്നത്ത് കല്യാണം നിശ്ചയിച്ചിരിക്കുമ്പോഴാണ് സുരേഖ് പണസഞ്ചി ഭാര്യയെ ഏൽപ്പിച്ചത്. ഭാര്യയ്ക്ക് സന്തോഷമായി. പക്ഷേ ആഘോഷത്തിനായി ഒരു നാണയം പോലും ചെലവാക്കാൻ പാടില്ലെന്നും എല്ലാം സൂക്ഷിക്കണമെന്നും കിഴവൻ ആജ്ഞാപിച്ചു. പണസഞ്ചി അടുക്കളത്തറയിലെ ഗൂഢമായൊരു പൊത്തിൽ ഒളിപ്പിച്ചു വെച്ചു. രാത്രി കിഴവനൊരു സ്വപ്നം കണ്ടു. ഏതൊരു പക്ഷി വന്ന് പണസഞ്ചി കൊത്തിക്കൊണ്ടു പോകുന്നു. കിഴവൻ ഉറക്കത്തിൽ ഒച്ചയെടുത്തു. ഭാര്യ ചെന്ന് നോക്കിയപ്പോൾ അടുക്കളയിൽ നിന്ന് ഒരുവൻ ജാലകം വഴി ഓടിപ്പോകുന്നു. അത് അലിയായിരുന്നു. സുരേഖ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. പിന്നെ സത്യം ചെയ്തു, നോക്കിക്കോ, ഇന്ന് തന്നെ പണസഞ്ചി ഞാൻ വീണ്ടെടുക്കും. കിഴവൻ അഹമ്മദിൻ്റെ വീട്ടിലേക്ക് കുതിച്ചു. അലി എത്തും മുമ്പ് കള്ളത്താക്കോലിട്ട് കതക് തുറന്ന് ഉള്ളിൽ കയറി കതകടച്ചു. ഹസനും കൂട്ടരും ഗാഠനിദ്രയിലാണ്ടു. അലി വന്ന് വാതിൽക്കൽ മുട്ടി. ആരാണത്? കിഴവൻ ഹസന്റെ സ്വരത്തിൽ ചോദിച്ചു. ഞാനാണ്, അലി. ആ കള്ളക്കിഴവന്റെ പണസഞ്ചി കിട്ടിയോ? അത് ജനലിൽ കൂടി അകത്തേക്കിട്. കാര്യം പിന്നെ പറയാം. അഹമ്മദുമായി ഞാനൊരു വാതു വെച്ചിട്ടുണ്ട്. അലി ഒന്നും ചോദിക്കാതെ സഞ്ചി ഉള്ളിലേക്കിട്ടു. കിഴവൻ സഞ്ചിയുമെടുത്ത് മറുവശത്തുകൂടെ തെരുവിൽ കടന്ന് വീട്ടിലേക്കോടി. പുറത്ത് കാത്തിരുന്ന് അക്ഷമനായ അലി വാതിലിൽ ഇടിച്ചു. അപ്പോൾ ഹസൻ ഉണർന്ന് വാതിൽ തുറന്നു. എവിടെ ആ കള്ളന്റെ പണസഞ്ചി? ഇതെന്തു തമാശ? സഞ്ചി ഞാൻ അകത്തേക്ക് ഇട്ടു തന്നില്ലേ? ഹസന് കാര്യം മനസ്സിലായി. അവൻ ആർത്തു ചിരിച്ചു. കിഴവൻ നിന്നെ പറ്റിച്ചു. ഓടിക്കോ വേഗം, പണസഞ്ചി അവൻ്റെ കയ്യിലാണ്. അലി അമ്പരന്ന് പോയി. ആഹാ, എന്നാൽ അത് കണ്ടിട്ട് തന്നെ കാര്യം. അവൻ സുരേഖിൻ്റെ വീട്ടിലേക്കോടി. അലി കിഴവൻ എത്തുന്നതിന് മുമ്പ് മട്ടുപ്പാവിനുള്ളിൽ കൂടി വീടിനുള്ളിൽ കയറി. സുരേഖിൻ്റെ ഭാര്യ നല്ല ഉറക്കമായിരുന്നു. അലി അവളെ കട്ടിലിൽ വരിഞ്ഞ് മുറുക്കി കെട്ടിയിട്ടു. കുട്ടിയെ ഒരു കുട്ടയിലാക്കി. മുകളിൽ സുന്നത്ത് കല്യാണത്തിന് ഉണ്ടാക്കി വെച്ചിരുന്ന മധുര പലഹാരങ്ങളിട്ട് നിറച്ചു. കിഴവനെത്തിയപ്പോൾ അലി അയാളുടെ ഭാര്യയുടെ സ്വരത്തിൽ ചോദിച്ചു. അങ്ങ് എത്തിയോ? പണസഞ്ചി കിട്ടിയില്ലേ? ഇതാ എൻ്റെ കയ്യിലുണ്ട്.
ഇരുട്ട് കാരണം കണ്ടുകൂടാ. പണമെണ്ണി ബോധ്യപ്പെട്ടാലേ ഞാൻ വാതിൽ തുറക്കൂ. സഞ്ചി ജനൽ വഴി ഉള്ളിലേക്ക് ഇട്ടുതരൂ. കിഴവൻ സഞ്ചി ഇട്ടുകൊടുത്തു. അലി പണസഞ്ചിയും കുട്ടയും എടുത്ത് വന്ന വഴി പുറത്തു കടന്ന് വീട്ടിലെത്തി. രണ്ടും ഹസനെ ഏൽപ്പിച്ചു. കിഴവൻ കുറേ നേരം കാത്തിരുന്നു. ക്ഷമ നശിച്ച് ഉറക്കെ വിളിച്ചു. ഉള്ളിൽ ഒരു അനക്കവുമില്ല. വാതിൽ തള്ളി തുറന്നു നോക്കിയപ്പോൾ ഭാര്യയെ കട്ടിലിൽ കെട്ടിവരിഞ്ഞിട്ടിരിക്കുന്നു. കുട്ടിയെ കാണാനുമില്ല. ഭാര്യയെ കെട്ടഴിച്ചുവിട്ട് ശ്വാസം വിടാൻ പോലും നിൽക്കാതെ നേരെ അഹമ്മദിന്റെ വീട്ടിലേക്കോടി. നേരം പുലർന്നിരുന്നു. വൃദ്ധനെ കണ്ടപ്പോൾ അഹമ്മദും കൂട്ടരും പൊട്ടിച്ചിരിച്ചു. ദൈവത്തെ ഓർത്ത് എന്റെ കുഞ്ഞിനെ വിട്ടുതരണം, സുരേഖ അപേക്ഷിച്ചു. ഹസൻ പറഞ്ഞു, കുട്ടിയെ മാത്രമല്ല പണസഞ്ചിയും തരാം. സൈനബയെ അലിക്ക് വിവാഹം ചെയ്തു കൊടുക്കുമോ? വൃദ്ധൻ ഉടൻ സമ്മതിച്ചു. കല്യാണം എന്ന് നടത്താം? ഹസൻ ചോദിച്ചു. തിരക്ക് കൂട്ടരുത്. അവളെ ഒരാട്ടിൻ കുട്ടിയെപ്പോലെ പിടിച്ചു തരാനാവില്ല. അവൾ ആവശ്യപ്പെടുന്ന സ്ത്രീധനം തന്നാലേ പറ്റൂ. വിരോധമില്ല. എന്താണ് അവൾക്ക് ആവശ്യം? അലി ചോദിച്ചു. വൃദ്ധൻ പറഞ്ഞു, അസേരിയ എന്ന ജൂതന് ഒരു മകളുണ്ട്. കമാർ എന്നാണ് പേര്. അവളുടെ സ്വർണ്ണ മേലങ്കിയും കിരീടവും സ്വർണ്ണ പാദുകങ്ങളും കൊണ്ടുവന്നു കൊടുത്താലേ സൈനബ സമ്മതിക്കൂ. അത്രയേ ഉള്ളൂ. അത് ഞാൻ സാധിച്ചു കൊള്ളാം. വൃദ്ധൻ തല കുലുക്കി നടന്നുപോയി. ഹസൻ പറഞ്ഞു, അലി, അക്കാര്യം നടക്കില്ല. നിന്റെ മയ്യത്തെ അവശേഷിക്കൂ. അസേരിയ വലിയ ദുർമന്ത്രവാദിയാണ്. ലോകത്തുള്ള ഭൂതപ്രേത പിശാചുക്കളെല്ലാം അയാളുടെ വരുതിയിലാണ്. നഗരത്തിന് പുറത്ത് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ഇഷ്ടികൾ പടുത്തു നിർമ്മിച്ച ഒരു കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. അസേരിയ ഉള്ളിലുള്ളപ്പോഴേ വീട് കാണാൻ സാധിക്കുള്ളൂ. അയാൾ പുറത്തേക്കിറങ്ങിയാൽ കെട്ടിടം ഉടൻ അപ്രത്യക്ഷമാകും. നിത്യവും വൈകുന്നേരം വീട്ടിലെത്തിയാൽ അയാൾ മകളുടെ സ്വർണ്ണ മേലങ്കി ജാലകത്തിലൂടെ പ്രദർശിപ്പിച്ച് വിളിച്ചു പറയും. ഇറാഖിലെ, പേഴ്സിയയിലെ, അറബിയിലെ തസ്കര പരീക്ഷകളെ, ചുണയുണ്ടെങ്കിൽ ഇത് അപഹരിക്കുക. എന്നാൽ എൻ്റെ മകളെ വിവാഹം ചെയ്തു തരാം. പലരും ശ്രമിച്ച് പരാജയപ്പെട്ടു. ആ ദുഷ്ടൻ പലരെയും മൃഗങ്ങളാക്കി മാറ്റി. അതുകൊണ്ട് ചങ്ങാതി, നീ ഇതിനൊരുമ്പെടരുത്. അപ്പോൾ അലി പറഞ്ഞു, പിന്മാറുന്നത് നാണക്കേടാണ്. ഞാൻ എങ്ങനെയെങ്കിലും അതെല്ലാം അപഹരിച്ച് സൈന്യബയെ അണിയിക്കും. കണ്ടോളൂ. അലി പിറ്റേന്ന് ജൂതന്റെ കടയിലേക്ക് കയറി ചെന്നു. ജൂതൻ സ്വർണം തൂക്കുകയായിരുന്നു. കണ്ടാൽ വെറുപ്പ് തോന്നിപ്പിക്കുന്ന ഒരു കിഴവൻ. ജൂതൻ സ്വർണം ചാക്കിലാക്കി കഴുതപ്പുറത്ത് കയറ്റി കടയടച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു. അലി അറിയാതെ പിന്തുടർന്നു. നഗരത്തിന് പുറത്തൊരിടത്ത് എത്തിയപ്പോൾ അസേരിയ സഞ്ചിയിൽ നിന്ന് ഒരു പിടി മണലെടുത്ത് ജപിച്ചെറിഞ്ഞു. ഉടനെ അയാളുടെ മന്ദിരം അലിയുടെ കണ്ണിൽപ്പെട്ടു. മാന്ത്രികൻ ഉള്ളിൽ കയറി മേലങ്കി ജാലകത്തിൽ പ്രദർശിപ്പിച്ചു. പതിവ് പോലെ പ്രഖ്യാപനം നടത്തി. കിഴവനോട് കാര്യമെല്ലാം തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് അലിക്ക് തോന്നി. അവൻ കടന്നു ചെന്ന് വണങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ അഹമ്മദിന്റെ അനുയായി മിന്നൽ അലിയാണ്. എന്തു വേണം? അപ്പോൾ അലി കമാറിന്റെ മേലങ്കിയും കിരീടവും മറ്റും തരണമെന്ന് അഭ്യർത്ഥിച്ചു. ജൂതൻ പൊട്ടിച്ചിരിച്ചു. നിനക്ക് ജീവൻ വേണമോ? എങ്കിൽ ആ മോഹം ഉപേക്ഷിക്കുക. നിന്റെയും എൻ്റെയും ജീവിതത്തിന് വിധിവശാൽ എന്തോ ബന്ധമുണ്ടെന്ന് എൻ്റെ മന്ത്രമണൽ സൂചിപ്പിക്കുന്നതുകൊണ്ട് ഇപ്പോൾ നിന്നെ ഞാൻ കൊല്ലുന്നില്ല. അലി തൻ്റെ വാളൂരി വൃദ്ധൻ്റെ നെഞ്ചിനു നേരെ ഓങ്ങിയിട്ട് പറഞ്ഞു, അനുസരിച്ചില്ലെങ്കിൽ അനുഭവം ചീത്തയാകും. മാന്ത്രികൻ പറഞ്ഞു, നിന്റെ വലത് കൈ തളർന്നു പോകട്ടെ. ഉടൻ അലിയുടെ വലത് കൈ തളർന്നു. അവൻ ഇടത് കൈ കൊണ്ട് വീണ്ടും വാളെടുത്തപ്പോൾ ഇടത് കൈയും തളർന്നുപോയി. അവൻ കാലുകൊണ്ട് വൃദ്ധനെ ചവിട്ടാനൊരുങ്ങി. മാന്ത്രികൻ അവൻ്റെ രണ്ടു കാലും തളർത്തി. അലി നിലത്തു വീണുരുണ്ടു. നിന്റെ മോഹം ഉപേക്ഷിച്ചോ? ഇല്ല, എനിക്കത് കിട്ടിയേ തീരൂ. ഓഹോ, അപ്പോൾ അതെല്ലാം ചുമന്നുകൊണ്ടു പോകാൻ സാധിക്കണമല്ലോ. ജൂതൻ ഒരു പരിഹാസ ചിരിയോടെ കുറച്ച് വെള്ളമെടുത്ത് തെളിച്ചു. ഉടൻ അലി ഒരു കഴുതയായി മാറി.
അലിക്കുള്ളിൽ എല്ലാം അറിയാമെങ്കിലും ഒന്നും പ്രകടിപ്പിക്കാൻ വയ്യാതെയായി. പിറ്റേന്ന് കാലത്ത് മാന്ത്രികൻ ആ കഴുതയെ കടയിലേക്ക് കൊണ്ടുപോയി. വിശപ്പ് കൊണ്ട് വലഞ്ഞ അലിക്ക് കാലിത്തീറ്റ തിന്നേണ്ടി വന്നു. ഒരുത്തൻ കടയിൽ വന്ന് 2 വളകൾ പണയം വെച്ച് ആ കഴുതയെ പകരം വാങ്ങിക്കൊണ്ടുപോയി. ജൂതൻ പറഞ്ഞു, നല്ല പോലെ പണിയെടുപ്പിക്കണം. മടി കാണിച്ചാൽ അവനെ തല്ലി ശരിപ്പെടുത്തണം. നല്ല ഉരുവാണ്. അലി എല്ലാം കേട്ടു. തൻ്റെ വിധി ഓർത്ത് ദുഃഖിച്ചു. കഴുതയെ വാങ്ങിച്ചവൻ വീട്ടിൽ ചെന്ന് ഭാര്യയോട് കഴുതയ്ക്ക് തീറ്റ കൊടുക്കാൻ പറഞ്ഞു. അവൾ അതിസുന്ദരിയായിരുന്നു. തീറ്റ കൊടുക്കാൻ അവൾ അടുത്ത് ചെന്നപ്പോൾ കഴുത അവളെ മറിച്ചിട്ടു. അതവളെ ചുംബിക്കാൻ തുനിഞ്ഞു. അവൾ പേടിച്ചോടി. ഉടമസ്ഥന് കലി കയറി. അയാൾ കഴുതയെ കഠിനമായി മർദ്ദിച്ചു. പിഴച്ച വിത്ത്. അയാൾ കഴുതയെ അസേരിക്ക് തന്നെ മടക്കി കൊടുത്തു. കഴുതയുടെ വിക്രിയകൾ കേട്ടപ്പോൾ ജൂതൻ ഉഗ്രമായൊന്ന് മൂളി. നിനക്ക് സുന്ദരികളുടെ കൂട്ടുവേണമല്ലേ? ശരിപ്പെടുത്തിയേക്കാം. ജൂതൻ കഴുതയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീണ്ടും വെള്ളം തെളിച്ചു. അലിക്ക് തൻ്റെ പൂർവ്വരൂപം തിരിച്ചു കിട്ടി. ഇനി നീ എന്നെ അനുസരിക്കില്ലേ? കൂടുതൽ അനുഭവം വേണമോ? അലി പറഞ്ഞു. മേലങ്കിയും കിരീടവും എനിക്ക് തരണം. വിശ്വാസമാർഗത്തിലേക്ക് വരികയും വേണം. ഇല്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. അവൻ മാന്ത്രികന്റെ നേരെ കുതിച്ചു. അയാൾ കൈയൊന്ന് ചലിപ്പിച്ചു. ഉടൻ അവനൊരു കരടിയായി. ജൂതൻ കരടിയുടെ മൂക്ക് തുളച്ച് കയറിട്ട് കെട്ടി. അലി രാത്രിയിൽ ആ നിലയിൽ കഴിഞ്ഞു. മാന്ത്രികൻ പിറ്റേന്ന് കരടിയെ കടയിലേക്ക് കൊണ്ടുപോയി കെട്ടിയിട്ടു. അല്പം കഴിഞ്ഞപ്പോൾ ഒരാൾ കയറി വന്ന് ചോദിച്ചു, ഈ കരടിയെ എനിക്ക് തരാമോ? എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല. കരടി മാംസം കഴിക്കാനാണ് വൈദ്യൻ പറഞ്ഞത്. അന്വേഷിച്ചിട്ട് എങ്ങും കിട്ടിയില്ല. ജൂതൻ ചോദിച്ചു, ഉടനെ കൊല്ലാനാണോ? അതോ കുറെ കൂടി വളർത്തി തടിപ്പിച്ച് കൊല്ലാനാണോ ഉദ്ദേശം? ഉടനെ കൊല്ലാനാണെന്ന് അയാൾ പറഞ്ഞു. ജൂതൻ കരടിയെ വിറ്റു. ദീനക്കാരിയുടെ ഭർത്താവ് അതിനെ കൊണ്ടുപോയി. കശാപ്പുകാരനെ വിളിച്ച് കരടിയെ കൊല്ലാൻ പറഞ്ഞു. കരടി സർവശക്തിയുമെടുത്ത് പിടഞ്ഞു കുതിച്ചോടി. അത് ജൂതന്റെ കടയിലേക്ക് തന്നെ ചെന്നു. വൈകുന്നേരം ജൂതൻ കരടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നിനക്ക് ഞാൻ ഒരവസരം കൂടി തരാം എന്ന് പറഞ്ഞ് അയാൾ അവന് സ്വന്തം രൂപം നൽകി. എന്നിട്ടയാൾ മകളെ വിളിച്ചു. സുന്ദരനായ അലിയെ കണ്ടപ്പോൾ അവൾക്ക് സ്നേഹവും ആഗ്രഹവും തോന്നി. നിങ്ങൾക്ക് എന്നെയല്ല, എൻ്റെ മേലങ്കിയാണ് ആവശ്യം എന്ന് പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. എൻ്റെ ഭാവി വധു ദിലേലയുടെ മകളായ സൈനബയ്ക്ക് സ്ത്രീധനമായി കൊടുക്കാനാണ് മേലങ്കിയും മറ്റും വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ജൂതൻ കടന്നു പറഞ്ഞു, കണ്ടോ കണ്ടോ, ഇവൻ പഠിക്കില്ല. അയാൾ വെള്ളം തെളിച്ച് അവനെ ഒരു നായയാക്കി മാറ്റി. ജൂതൻ നായയെ പുറംകാലുകൊണ്ട് അടിച്ച് പുറത്താക്കി. നായ തെരുവിലലിഞ്ഞു നടന്നു. വിശപ്പ് സഹിക്കാൻ വയ്യ. അവനെ കണ്ടപ്പോൾ തെരുവ് നായ്ക്കൾ കുരച്ച് ബഹളം കൂട്ടി ഓടിച്ചു. അവൻ ഓടി ഒരു കടയിൽ കയറി. കടക്കാരൻ അവനെ തല്ലി ഓടിക്കാൻ വടിയെടുത്തു. അപ്പോൾ അവൻ അയാളുടെ കാൽക്കൽ വീണ് നക്കി കണ്ണുനീര് ചൊരിഞ്ഞു. അയാൾക്ക് ദയ തോന്നി. വൈകുന്നേരം അയാൾ നായയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നായയെ കണ്ടയുടൻ കടക്കാരൻ്റെ മകൾ കണ്ണുപൊത്തി. അവൾ മുഖാവരണം എടുത്തിട്ടു. എന്താണ് ഒരു അപരിചിതനെ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്? അപരിചിതനോ? ഇതൊരു നായയല്ലേ? അയ്യയ്യോ, അല്ലല്ല, ഇത് കെയ്റോയിലെ മിന്നലലിയാണ്. തുടർന്നവൾ മന്ത്രവിദ്യ കൊണ്ട് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ പിതാവിനെ ധരിപ്പിച്ചു. എല്ലാം ശരിയെന്നർത്ഥത്തിൽ നായ തലകുലുക്കി. അവൾ വെള്ളം തെളിച്ച് അലിക്ക് മനുഷ്യരൂപം നൽകി. ഉടനെ അകത്തൊരു നിലവിളി കേട്ടു. അവളുടെ അടിമപ്പെണ്ണ് ഓടി വന്നു. നിങ്ങൾ എന്നോട് ചെയ്ത പ്രതിജ്ഞ ലംഘിച്ചു. ഞാൻ നിങ്ങൾക്ക് മന്ത്രവിദ്യ ഓതി തന്നപ്പോൾ എന്നോട് ആലോചിക്കാതെ അവയൊന്നും പ്രയോഗിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അലിയെ വിവാഹം ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അത് സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ ഇതിനനുവദിക്കൂ. കച്ചവടക്കാരൻ്റെ മകൾ അത് സമ്മതിച്ചു. അവൾ പിതാവിനോട് പറഞ്ഞു, നമ്മുടെ ഈ അടിമപ്പെണ്ണ് അസേരിയയുടെ ദാസിയായിരുന്നു.
അവിടെ നിന്നാണ് അവൾ മന്ത്രവിദ്യ പഠിച്ചത്. അവർ അലിയെ നല്ല ഭക്ഷണവും വസ്ത്രങ്ങളും നൽകി സന്തോഷിപ്പിച്ചു. അപ്പോൾ പുറത്തുനിന്നും മറ്റൊരു നിലവിളി കേട്ടു. സുന്ദരിയായൊരു യുവതി വാതിൽ തള്ളി തുറന്ന് കയറി വന്നു. അവളുടെ കയ്യിൽ 2 താലങ്ങളുണ്ടായിരുന്നു. ഒന്നിൽ സ്വർണ്ണ മേലങ്കിയും കിരീടങ്ങളും സ്വർണ്ണ പാദുകങ്ങളുമായിരുന്നു. മറ്റേതിൽ മാന്ത്രികനായ അസൈരിയുടെ ശിരസും. അത് കമാറായിരുന്നു. അവൾ താലങ്ങൾ അലിയുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ആവശ്യപ്പെട്ട സാധനങ്ങൾ എടുക്കാം. ഞാൻ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നു. അലി സന്തുഷ്ടനായി. ഞാൻ നിന്നെ സ്വീകരിക്കുന്നു, ഈ നിൽക്കുന്ന സ്ത്രീകളെയും. പക്ഷേ ഈ സ്ത്രീധന വസ്തുക്കൾ കൊടുത്ത് സൈനബിയെ ഞാൻ വിവാഹം കഴിക്കും. അതിനെനിക്ക് സ്വാതന്ത്ര്യം വേണം. നിയമ തടസ്സമില്ലതാനും. എല്ലാവരും അലിയുടെ ആഗ്രഹത്തോട് അനുകൂലിച്ചു. അലി കമാറിന്റെ മേലങ്കിയും കിരീടവും മറ്റും കൊണ്ട് വീട്ടിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ഒരു അലുവ വിൽപ്പനക്കാരനെ കണ്ടു. സൈനബയ്ക്ക് ഇഷ്ടമാകും. കുറച്ച് അലുവ വാങ്ങിക്കളയാം. അലുവക്കാരൻ തൻ്റെ അലുവയുടെ ഗുണം സ്വയം പ്രകീർത്തിച്ച് ഒന്ന് രുചിച്ചു നോക്കാൻ പറഞ്ഞ് കുറച്ചെടുത്ത് അലിക്ക് കൊടുത്തു. അത് തിന്ന ഉടനെ അലി ബോധം കെട്ട് വീണു. അലുവക്കാരൻ തോന്നിയാസിയായ മഹമ്മൂദ് അല്ലാതെ മറ്റാരുമായിരുന്നില്ല. മഹമ്മൂദ് സ്വർണ്ണ മേലങ്കിയും മറ്റും തട്ടിയെടുത്തോടി. പക്ഷേ ചെന്ന് പെട്ടത് ഹസന്റെ വായിലാണ്. ഹസൻ മഹമ്മൂദിന്റെ നീക്കങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അടി കിട്ടിയപ്പോൾ മഹമ്മൂദ് മര്യാദക്കാരനായി. സാധനങ്ങൾ തിരികെ കൊടുത്തു. അലിക്ക് ബോധം വന്നപ്പോൾ സാധനങ്ങളൊന്നും കാണാനില്ല. അവൻ പരിഭ്രാന്തനായി. അപ്പോഴേക്കും ഹസൻ ചെന്ന് അവനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവർ സൈനബിയുടെ വീട്ടിൽ ചെന്ന് സ്ത്രീധന വസ്തുക്കൾ കാഴ്ചവെച്ചു. അമ്മയ്ക്കും മകൾക്കും സന്തോഷമായി. അങ്ങനെ അവരുടെ വിവാഹം നടന്നു. പിന്നീട് അലി അസേരയുടെ മന്ദിരത്തിൽ ചെന്ന് കമാറിനെയും കച്ചവടക്കാരൻ്റെ മകളെയും അവളുടെ ഗുരുവായ അടിമ പെണ്ണിനെയും നിയമാനുസൃതം വിവാഹം ചെയ്തു. ഹസൻ അലിയെ അനുമോദിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നമുക്ക് ഖലീഫയെ കാണാനുള്ള സമയമായി. ഹസൻ അലിയെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അലി ഖലീഫയെ വണങ്ങി. ദുർമന്ത്രവാദിയായ അസേരിയുടെ ശിരസ് ഒട്ടകം ഒരു സിൽക്ക് തുണിയിൽ പൊതിഞ്ഞുകൊണ്ടുവന്നിരുന്നു. അത് ഖലീഫയ്ക്ക് കാഴ്ചവെച്ചു. വിനാശകാരിയായ ആ ജൂതന്റെ കഥ കേട്ടുകഴിഞ്ഞപ്പോൾ ഖലീഫ സന്തുഷ്ടനായി. അലി തൻ്റെ കഥ മുഴുവനും വിസ്തരിച്ചു പറഞ്ഞു. അവൻ്റെ സാമർത്ഥ്യത്തിൽ മതിപ്പ് തോന്നിയ ഖലീഫ അഹമ്മദിൻ്റെയും ഹസന്റെയും പദവി നൽകി അവനെ പോലീസ് വകുപ്പിൽ നിയമിച്ചു. ഇനി എന്താണ് വേണ്ടത്? ഖലീഫ ചോദിച്ചു. കെയ്റോയിലെ എൻ്റെ കൂട്ടുകാരെ അനുയായികളായി എടുക്കാൻ ഉത്തരവുണ്ടാകണം, അലി അപേക്ഷിച്ചു. ഖലീഫ അപേക്ഷ അനുവദിച്ചു. എല്ലാവരും സന്തുഷ്ടരായി. പിരിഞ്ഞു പോയപ്പോൾ അലിയുടെ കഥ രേഖപ്പെടുത്തി വയ്ക്കാൻ ഖലീഫ കൊട്ടാരത്തിലെ എഴുത്തുകാരോട് ആജ്ഞാപിച്ചു. ഷെഹ്റസാദ് രാജകുമാരി അടുത്ത കഥയിലേക്ക് കടന്നു. ഒരു ദിവസം ഖലീഫ അൽ മാമൂൻ ആസ്ഥാന സദസ്സിലിരിക്കുകയായിരുന്നു. മന്ത്രിമാരും പ്രഭുക്കളും കവികളും അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി. കൂട്ടത്തിൽ ഖലീഫയുടെ ഉറ്റ സുഹൃത്തായ ബസ്രയിലെ മുഹമ്മദും ഉണ്ടായിരുന്നു. ഖലീഫ മുഹമ്മദിനോട് പറഞ്ഞു, മുഹമ്മദ്, ഒരു പുതിയ കഥ പറയണം. ഇവിടെ മുമ്പാരും കേട്ടിട്ടില്ലാത്ത കഥ. ഓ, അതിന് പ്രയാസമില്ല. ഞാൻ കേട്ടറിഞ്ഞ കഥയോ അനുഭവിച്ചറിഞ്ഞ കഥയോ ഏതാണ് പറയേണ്ടത്? ഏതായാലും കൊള്ളാം. കഥ അത്ഭുതകരമായിരിക്കണം. ശരി. മുഹമ്മദ് കഥ പറയാൻ തുടങ്ങി. എൻ്റെ ഒരു സുഹൃത്ത് യമനിൽ നിന്ന് ബാഗ്ദാദിലേക്ക് ഈയിടെ മാറി താമസിക്കുകയുണ്ടായി. ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയാണ് അയാൾ സമാധാനത്തിൻ്റെ നഗരത്തിലേക്ക് വന്നത്. അലി എന്നാണ് അയാളുടെ പേര്. സുഹൃത്തിന് സുന്ദരിമാരായ 6 അടിമ പെൺകുടികളുണ്ട്. ഒരുവളുടെ നിറം വെളുപ്പ്, ഒരുവളുടെ നിറം കറുപ്പ്, 3ാമത്തവൾക്ക് തടിയും വണ്ണവും കൂടും, 4ാമത്തവൾ മെലിഞ്ഞിട്ടാണ്, 5ാമത്തവളുടെ നിറം സ്വർണത്തിൻ്റേതാണ്, 6ാമത്തവൾ ഇരുനിറത്തിലാണ്. എല്ലാവരും മനോഹരികൾ തന്നെ.
അവർക്ക് സാഹിത്യത്തിലും നൃത്തത്തിലും സംഗീതത്തിലും എല്ലാം നല്ല അഭിരുചിയും പാഠവുമുണ്ട്. വെളുത്തവളുടെ പേര് നിലാവ്, കറുത്തവളുടെ പേര് കൺമഷി, സ്ഥൂലഗാത്രിയുടെ പേര് മുഴുമതി, കൃശഗാത്രിയുടെ പേര് സ്വർഗലാവണ്യം, സ്വർണ്ണ നിറക്കാരിയുടെ പേര് സൂര്യകാന്തി, ഇരുനിറക്കാരിയുടെ പേര് സുഗന്ധജ്വാല. ഉല്ലാസ്വാനായ അലി ഒരു ദിവസം ഈ 6 കാമിനിമാരെയും അരികിൽ വിളിച്ചിരുത്തി. പലഹാരങ്ങളുടെയും വീഞ്ഞിൻ്റെയും പാത്രങ്ങൾ ഒഴിഞ്ഞു. തുടർന്ന് ഗാനാലാപനവും നൃത്തവും നടന്നു. നർമ്മ സംഭാഷണങ്ങളും പൊട്ടിച്ചിരികളും ഉയർന്നു. അലി ഒരു പാത്രം വീഞ്ഞ് പകർന്നെടുത്ത് വെളുത്ത സുന്ദരിയായ നിലാവിനോട് പറഞ്ഞു, നിന്റെ മനോഹരമായ നാദത്തിൻ്റെ ലയത്തിൽ ഞാൻ നിർവൃതി കൊള്ളട്ടെ, ഒരു പാട്ട് പാടൂ. അവൾ വീണയെടുത്ത് അതിസുന്ദരമായി ഒരു ഗാനം ആലപിക്കാൻ തുടങ്ങി. പ്രേമം കത്തുന്ന വർണ്ണങ്ങളിൽ എൻ്റെ കൃഷ്ണമണികളിൽ പ്രിയപ്പെട്ടവൻ്റെ രൂപം വരച്ചിരിക്കുന്നു. എൻ്റെ മാറിടത്തിലും ആ രൂപം ആലേഖനം ചെയ്തിരിക്കുന്നു. അതിനാൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഞാനൊരു ഹൃദയം മാത്രമാകുന്നു. സംയോഗത്തിൽ ഞാൻ കണ്ണിൻ്റെ കൃഷ്ണമണി മാത്രമാകുന്നു. അലി ആനന്ദത്തിൽ മുഴുകി. വീഞ്ഞുകൊണ്ട് ചുണ്ട് നനച്ച് ആ പാത്രം അവൾക്ക് നൽകി. വീണ്ടും മറ്റൊരു പാത്രം വീഞ്ഞെടുത്ത് ഇരുനിറക്കാരിയായ സുഗന്ധജ്വാലയോട് ആവശ്യപ്പെട്ടു, ആത്മാവിൻ്റെ ഔഷധമേ, പാടൂ, നിന്റെ മധുരസ്വരം കേൾക്കട്ടെ. സുഗന്ധജ്വാല വീണ കമ്പികളിൽ വിരലോടിച്ച് മൃദുസ്വരത്തിൽ പാടി. ഗാനനിർവൃതിയിൽ നിന്നുണർന്ന അലി ആ വീഞ്ഞ് അല്പം നുകർന്ന് അവൾക്ക് കൊടുത്തു. മൂന്നാമതും ഒരു പാത്രം വീഞ്ഞ് പകർന്ന് സ്ഥൂലഗാത്രിയായ സുന്ദരിയോട് പറഞ്ഞു, മുഴുത്തിങ്കളെ, നിന്റെ സുന്ദരമായ മാംസളഗാത്രം പോലെ കൊഴുപ്പുറ്റ ഒരു ഗാനം ആലപിക്കൂ, കേൾക്കട്ടെ. അവൾ വീണമീട്ടി പല രാഗങ്ങളും മൂളി. ഒടുവിൽ ശുദ്ധമായ സ്വരത്തിൽ ഇങ്ങനെ പാടി, ഒരു പുഞ്ചിരി മതി, ഞാൻ ഈ ലോകം മുഴുവൻ നൽകാം. അങ്ങയുടെ മൃദുഭാഷണം കേൾക്കാനായാൽ മതി. ഭൂമിയുടെ ചക്രവർത്തിമാർ എല്ലാം പോകട്ടെ. ജീവിതകാലം മുഴുവൻ പാദങ്ങളിൽ കിടക്കാൻ അനുമതി നേടാനായെങ്കിൽ ഒരേ ഒരു ചുംബനം മതി. ലോകം എനിക്ക് നഷ്ടപ്പെട്ടു കൊള്ളട്ടെ. അലി ആനന്ദഭരിതനായി. പാത്രം ചുംബിച്ച് ആ സുന്ദരിക്ക് നൽകി. മറ്റൊരു പാത്രമെടുത്ത് സ്വർഗലാവണ്യത്തിൻ്റെ നേരെ തിരിഞ്ഞു. വീണ കമ്പിയിൽ നിന്ന് നിന്റെ മധുരസ്വരത്താൽ ആത്മഹർഷം ഇറുത്തെടുക്കൂ. അവൾ വാത്സല്യമയിയായ അമ്മ ശിശുവിൻ്റെ നേരെ എന്ന പോലെ വീണയിലേക്ക് ആഞ്ഞ് കരപരിലാളനം ചെയ്തു. എൻ്റെ ഹൃദയത്തിൽ അനുരാഗം ആളിപ്പടരുന്നു. അദ്ദേഹത്തിൻ്റെ അശ്രദ്ധയും. ഒരു നീതിന്യായ വിചാരണ കൂടിയേ തീരൂ. ഒരു ന്യായാധിപതി വേണം എൻ്റെ പ്രേമത്തിന് പിഴ ഈടാക്കി പ്രതിക്ക് നൽകുവാൻ. പതിവ് പോലെ വാദിയെ വിഗണിച്ച് വിധികൽപ്പന നടത്തുവാൻ. അലിക്ക് ആ ഗാനം വളരെ രസകരമായി തോന്നി. കൃശഗാത്രിയായ സുന്ദരി പാത്രം വാങ്ങി വീഞ്ഞു നുകർന്നു. അടുത്തത് സ്വർണ്ണ നിറക്കാരിയായ സൂര്യകാന്തിയുടെ ഊഴമായിരുന്നു. സുന്ദരി, പ്രേമഗാനത്തിൻ്റെ കസോ തുനി തരാമോ? അലി ചോദിച്ചു. അവൾ കൂമ്പിയ കണ്ണുകളോടെ വീണക്കമ്പികൾ മീട്ടി. അവൻ്റെ കണ്ണുകൾ മന്ത്രയുക്തമായ കൂരമ്പ് തൊടുത്തപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തോട് പറഞ്ഞു, പാവം മനസ്സേ, വിഷലിപ്തമായ ക്ഷതമേറ്റ് നീ പിടയുന്നു. എവിടെ കിട്ടും ഔഷധം? മറുപടി കേട്ടില്ല. ഹൃദയം അവിടെയില്ലായിരുന്നു. അലി ഗാനമാധുര്യം നുണഞ്ഞുകൊണ്ട് വീഞ്ഞവൾക്ക് നൽകി. അയാൾ കൺമഷി എന്ന കറുത്ത സുന്ദരിയോട് പറഞ്ഞു, കൺമഷി, നിന്റെ മേനി കറുത്തതും മനസ്സ് വെളുത്തതുമാണ്. നിന്റെ മൃദുമേനിക്ക് ദുഃഖത്തിൻ്റെ വർണ്ണം, മുഖത്താകട്ടെ ആനന്ദത്തിൻ്റെ പ്രകാശം. നീ ഗാനത്തിൻ്റെ തുടുത്ത പൂക്കൾ ഇറുത്തു തരാമോ? അവൾ വീണക്കമ്പിയിൽ പല പല രാഗങ്ങളും പരീക്ഷിച്ചു. എല്ലാറ്റിലും നല്ലത് ആദ്യത്തേതു തന്നെ. അവൾ പാടി. പ്രേമത്തിൻ്റെ കാഞ്ചന ജ്വാലയെപ്പറ്റി ഞാൻ വിഷാദിക്കുന്നു. കാരണം അദ്ദേഹം ലാവണ്യധാമങ്ങൾക്കും ആനന്ദകാരിയാണ്. എന്നാലും ആ പനിനീർ മലരിനെ ആരാധിക്കരുതെന്ന് എന്നെ വിലക്കരുതേ.
ആ ചെമ്പനീർ പൂവ് പരിക്കേൽപ്പിച്ച ദുർബല ഹൃദയം എന്തു ചെയ്യും? പാത്രങ്ങളിൽ വീഞ്ഞു നുരയുന്നു. തമ്പുരു മൂകമായിരിക്കുന്നു. പക്ഷേ ഹൃദയം നിരുന്മേഷമാണ്. ദൈവമേ, പ്രിയങ്കരനായ ആ കാമുവിനെ ആരാധിച്ചത് കുറ്റമാക്കരുതേ. അലി മദ്യചഷകം ചുംബിച്ച് അവൾക്ക് നൽകി. അനുരാഗിണികളായ ആ സുന്ദരിമാർ തങ്ങളുടെ പ്രഭുവിൻ്റെ ചുറ്റും കൂടി. ആരുടെ സ്വരമാണ്, ആരുടെ കവിതയാണ് അങ്ങയെ കൂടുതൽ ആനന്ദിപ്പിച്ചത്? ഈ ചോദ്യം അലിയെ വട്ടത്തിലാക്കി. അയാൾ മാറി മാറി അവരുടെ സൗന്ദര്യം അടിമുടി അവലോകനം ചെയ്തു. എല്ലാവർക്കുമുണ്ട് മനം മയക്കുന്ന സൗന്ദര്യം, ദൈവത്തിൻ്റെ മാഹാത്മ്യം. സൗന്ദര്യ സൃഷ്ടാവായ അദ്ദേഹം നിങ്ങളെയെല്ലാം അനുഗ്രഹിച്ചിരിക്കുന്നു. ആരുടെ നേരെയാണ് ഞാൻ പ്രത്യേകം കൈനീട്ടുക? അത് സാധിക്കുന്നതല്ല. സുന്ദരിമാർ 6 പേരും അലിയെ ആശ്ലേഷിച്ച് പ്രേമ പരിലാളനങ്ങളാൽ ആഹ്ലാദിപ്പിച്ചു. പിന്നീട് അലി അവരെ വൃത്താകൃതിയിൽ നിരത്തി നിർത്തി. നിങ്ങളിൽ ഒരുവളെയും പ്രത്യേകതയോടെ കാണാൻ എനിക്ക് കഴിയില്ല. എനിക്ക് നിങ്ങൾ തുല്യരാണ്. പക്ഷേ നിങ്ങൾക്ക് സ്വയം അവരവരുടെ സവിശേഷ സൗന്ദര്യ സിദ്ധിയെക്കുറിച്ച് തീരുമാനിക്കാം. നിങ്ങൾ ഖുറാനും മറ്റ് വിശിഷ്ട കൃതികളും വായിച്ചിട്ടുള്ളവരാണല്ലോ. നിങ്ങൾ തന്നെ തീരുമാനിക്കുക, ആർക്കാണ് കൂടുതൽ ലാവണ്യമെന്ന്. എതിരാളികളുടെ ദോഷങ്ങൾ എടുത്തു കാണിക്കണം. ഈ 2 പേരായി പരസ്പരം വിമർശിച്ചാൽ മതി. വെളുത്തവളും കറുത്തവളും, കൃശഗാത്രിയും സ്ഥൂലഗാത്രിയും, അങ്ങനെ അങ്ങനെ. പക്ഷേ ഒരു കാര്യം, സുന്ദരമായ വാക്കുകളെ പരസ്പരം ആയുധമാക്കാവൂ. ആപ്തവാക്യങ്ങൾ, കവി പ്രസ്താവങ്ങൾ, വിശുദ്ധ ഗ്രന്ഥത്തിലെ സൂക്തങ്ങൾ തുടങ്ങിയവയെല്ലാം കലർന്ന ഭാഷ മാത്രം. സുന്ദരിമാർ അലിയുടെ മത്സര നിർദ്ദേശം സ്വീകരിച്ചു. വെളുത്തവളായ നിലാവ് കറുത്തവളായ കൺമഷിയോട് പറഞ്ഞു, കറുമ്പി, വെണ്മ പറഞ്ഞതായി ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? പ്രകാശിക്കുന്ന വെളിച്ചമാണ് ഞാൻ. ഭൂചക്രവാളത്തിൻ്റെ വക്കിൽ ഉദിക്കുന്ന ചന്ദ്രനാണ് ഞാൻ. എന്നെക്കുറിച്ച് ഒരു കവി പാടിയത് ഇങ്ങനെയാണ്: ദൈവനിശ്വാസം മുക്താവലിയെ സ്പർശിച്ചപ്പോൾ ഈ കന്യക രൂപം പൂണ്ടു തുടങ്ങി. പിന്നെ ലില്ലിയും വെളുത്ത പനിനീർപ്പൂവും മഞ്ഞിൻ തുള്ളികളും കലർത്തി ഒടുവിൽ ദൈവം തൻ്റെ വിമോഹനമായ മലറിയവനിക മുഴുവനും അതിൽ ചേർക്കേണ്ടതായി വന്നു. ശ്രദ്ധിച്ചു കേൾക്കൂ. എൻ്റെ നിറം ദിവസകാന്തിയാണ്, പ്രഭാത നക്ഷത്രത്തിൻ്റെ ശോഭയാണ്. മൂസയുടെ കുഷ്ഠരോഗമുള്ള കൈത്തല നോക്കി അല്ലാഹു പറഞ്ഞു, കൈ കീശയിലിടൂ. വീണ്ടും എടുത്തു നോക്കുമ്പോൾ വിശുദ്ധിയും വെണ്മയുള്ളതുമായിരിക്കും. വിശിഷ്ട ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: മുഖം കറ പുരളാതെ വെണ്മയുള്ളതായി സൂക്ഷിക്കുന്നവർ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിന് പാത്രമാകും. എല്ലാ നിറങ്ങളുടെയും റാണിയാണ് എൻ്റെ നിറം. വില പിടിച്ച ആടകളും മിന്നുന്ന കനകരത്നാഭരണങ്ങളും എൻ്റെ നിറത്തോടാണ് ഏറ്റവും ഇണങ്ങുക. സ്വർഗത്തിൽ നിന്ന് പൊഴിക്കുന്ന തുഷാരകണങ്ങൾ സദാ വെളുത്ത നിറമാണ്. വിശ്വാസികൾ തലപ്പാവൻ എപ്പോഴും വെള്ള നിറമാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനിയും എത്രയോ പറയാനുണ്ട് വെളുപ്പിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച്. കൺമുമ്പിൽ കത്തുന്ന വിളക്ക് പോലെ പ്രത്യക്ഷമാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് ഇനിയും വിസ്തരിക്കുന്നില്ല. കറുമ്പി, പുകനിറക്കാരി, കാക്കപ്പെണ്ണെ, നിന്റെ നിറം എന്തിനു കൊള്ളാം? കവി പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? വെൺമുത്തു വാങ്ങിയാണ് പരാജിതരായ രാജാക്കന്മാരെ സ്വതന്ത്രരാക്കുന്നത്. ഒരു സഞ്ചി കരിയുടെ വില ഒരു ചെമ്പ് നാണയം മാത്രം. സ്വർഗത്തിലെ മുഖങ്ങളെല്ലാം വെളുത്തതാണ്, ചിറകുകളെല്ലാം വെളുത്തതാണ്. നരകത്തിൽ എങ്ങും കറുപ്പേയുള്ളൂ. നോഹ ഒരു ദിവസം ഉറങ്ങിക്കിടക്കുമ്പോൾ കാറ്റിൽ ഉടുവസ്ത്രം പറന്നു നീങ്ങി. സമീപസ്ഥരായ പുത്രന്മാരിൽ ഹാം പരിഹാസച്ചിരി പൊഴിച്ചപ്പോൾ ഷെം ചിരിക്കാതെ പിതാവിൻ്റെ സമീപത്ത് ചെന്ന് വസ്ത്രം യഥാസ്ഥാനത്താക്കി. നോഹ ഷെമ്മിനെ അനുഗ്രഹിച്ചു, ഹാമിനെ ശപിച്ചു. ഉടനെ ഷെമ്മിൻ്റെ നിറം വെളുപ്പായി, ഹാമിൻ്റെ ശരീരം കറുത്തുപോയി. ഷെമ്മിൽ നിന്ന് പിന്നീട് പ്രവാചകരും രാജാക്കന്മാരും യോഗികളും പിറന്നു, ഹാമിൽ നിന്ന് കറുത്ത നിറമുള്ളവരും. ഇത്രയുമായപ്പോൾ അലി എഴുന്നേറ്റ് പറഞ്ഞു, മതിയാക്കാം.
കറുത്തവളുടെ ഊഴമാണ് ഇനി. എല്ലാ ആക്ഷേപങ്ങളും കേട്ട് നിശ്ചലയായിരുന്ന കൺമഷി അവിടെ നിന്ന് എഴുന്നേറ്റു. തൊലി വെളുത്ത വിഡ്ഢി, നിനക്കറിയാമോ, ഖുറാനിൽ അല്ലാഹു കറുത്ത രാത്രിയെയും വെളുത്ത പകലിനെയും പിടിച്ചാണ് സത്യം ചെയ്യുന്നത്. അദ്ദേഹം മുമ്പ് പറഞ്ഞത് രാത്രിയുടെ പേരാണ് എന്നതിൽ നിന്ന് തന്നെ രാത്രിക്കാണ് പ്രാധാന്യമെന്ന് വ്യക്തമല്ലേ? കറുത്ത മുടി യുവത്വത്തിൻ്റെ ലക്ഷണവും ഭൂഷണവുമാണ്. വെളുപ്പാകട്ടെ വാർദ്ധക്യത്തിൻ്റെയും ജീവിത സുഗാന്ധ്യത്തിൻ്റെയും അടയാളമാണ്. ദൈവം കറുപ്പ് നിറം കണ്ണിനും കരളിനും നൽകിയത് അതിൻ്റെ വൈശിഷ്ട്യം കൊണ്ടാണ്. ഇരുണ്ട ശരീരത്തിൽ തീയെരിയുന്നു, അത് അഭിലാഷം കൊണ്ട് ധരിക്കുന്നു, അതിൽ യുവത്വം തുടിക്കുന്നു എന്നാണ് ഒരു കവി പാടിത്തുടങ്ങുന്നത്. മറ്റൊരു കവി പാടുന്നത് കേൾക്കൂ. മധ്യാഹ്നവേളയിൽ ഞാൻ പ്രേമിക്കില്ല, രോഗഗന്ധിയായ വെളുപ്പിനോട് എനിക്ക് വെറുപ്പാണ്. അഴുകിയ അരിമാവിനോടെന്ന പോലെ ഒരു നാഴിക നേരത്ത് പോലും അത്തരക്കാർ കൊള്ളില്ല. കറുത്ത സുന്ദരി, രാത്രിയില്ലായിരുന്നെങ്കിൽ ചന്ദ്രൻ എവിടെ? സുഹൃത്തുക്കളുടെ ആത്മസംയോഗങ്ങളെല്ലാം രാത്രിയല്ലേ പതിവ്? തങ്ങളുടെ അനുരാഗത്തെ ആവരണം ചെയ്ത് അപവാദത്തിൻ്റെ വെട്ടത്തു നിന്ന് ഒളിപ്പിച്ചു നിർത്തുന്ന നിഴലുകളോട് യുവഹൃദയങ്ങൾ എത്ര കടപ്പെട്ടിരിക്കുന്നു. പകലിൻ്റെ സംശയദൃഷ്ടിയെയും വിചാരണയെയും അവർ എത്ര വെറുക്കുന്നു. കൂടുതൽ പറയേണ്ടതില്ല, എങ്കിലും ഈ കവിവാക്യം കൂടി കേട്ടുകൊള്ളൂ. രാത്രിയുടെ കയ്യിലുള്ളത് ചുംബനങ്ങളാണ്, പകലിൻ്റെ കയ്യിലുള്ളതോ നാണക്കേട്. എനിക്കൊരു വരം തന്നാൽ ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും. ആറുമുഷ്പൻ പകലുകളെല്ലാം അഗാധ സുന്ദരമായ ഇരുൾ നിശകളായി മാറിയെങ്കിൽ. വെളുമ്പിപ്പെണ്ണെ, ഇനിയും ഞാൻ വിസ്തരിച്ചാൽ മിതാക്ഷരിത്വമാണ് വാഗ്മിയുടെ ആത്മാവ് എന്ന വചനം ലംഘിക്കുകയാവും. അതുകൊണ്ട് ഇനി എന്നോട് താരതമ്യം ചെയ്താൽ നിന്റെ വശ്യത എത്ര വിവരണമാണെന്ന് ഞാൻ തെളിയിക്കാം. കുഷ്ഠരോഗിയുടേതുപോലെയാണ് നിന്റെ വെളുപ്പ്. നീ മഞ്ഞിനോട് ഉപമിച്ചുവല്ലോ നിന്റെ വെളുപ്പിനെ. നരകത്തിൽ പാപികളെ പിടിച്ചിട്ട് പീഡിപ്പിക്കുന്നവനാണ് മഞ്ഞ്, തീയേക്കാൾ ഭയാനകമായി തണുപ്പ്. നീ എന്നെ മഷിനിറക്കാരി എന്ന് ആക്ഷേപിച്ചുവല്ലോ. അല്ലാഹു വിശിഷ്ട ഗ്രന്ഥം എഴുതിയത് കറുത്ത മഷി കൊണ്ടാണ്. രാജാക്കന്മാരുടെ ഉപഹാരദ്രവ്യമാണ് കറുത്ത കസ്തൂരി. കവി പാടിയിട്ടുണ്ട്, കറുപ്പ് കണ്ണിൻ്റെ കാഴ്ചയെയും വെളുപ്പ് അന്ധതയെയും കുറിക്കുന്നുവെന്ന്. അലി എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങളുടെ സംഭാഷണങ്ങൾ ഒന്നാന്തരമായി. ഇനി വേറെ രണ്ടുപേർ തമ്മിലാകട്ടെ. അപ്പോൾ സ്ഥൂലഗാത്രി മുമ്പോട്ട് നീങ്ങി നിന്ന് കൃശഗാത്രിയെ നേരിട്ടു. വാദം തുടങ്ങും മുമ്പ് അവൾ സ്വന്തം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും നഗ്നമാക്കി മാദകമായ വടിവുകളും തുടുപ്പുകളും പ്രദർശിപ്പിച്ചു. തുടർന്ന് അവൾ പറഞ്ഞു, സുരഭിലമായ മേധസ്സുകൊണ്ട് എൻ്റെ ശരീരം ആനന്ദകരമായ മൃദുമെത്തയാക്കിയ എതിരാളിയെ ഒരടിക്ക് വീഴ്ത്തുവാനുള്ള കരുത്ത് നൽകിയ ദൈവത്തിന് സ്തുതി. അല്ലാഹു തന്നെ ഗ്രന്ഥത്തിൽ കൊഴുപ്പിനെ പ്രകീർത്തിച്ചിട്ടുണ്ട്. കൊഴുത്ത ആടിനെയും കൊഴുത്ത കന്നിനെയും ബലിയർപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ശരീരം ഒരു മധുരക്കനി തോട്ടമാണ്. എൻ്റെ മാറിൽ മാതളപ്പഴങ്ങൾ, കവിൾ തടങ്ങൾ ആപ്പിൾ. ഇസ്രായേലിൻ്റെ മക്കൾ ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ ഏത് പക്ഷിയെ ഓർത്താണ് ഏറ്റവും ദുഃഖിച്ചത്? കൊഴുത്ത കാടപ്പക്ഷിയെക്കുറിച്ച്. എന്നെപ്പോലെ സ്ഥൂലഗാത്രിയായ ഒരു സുന്ദരിയെക്കുറിച്ച് കവി പാടിയത് കേട്ടിട്ടുണ്ടോ? അവൾ നടക്കുന്നത് നോക്കൂ, കുലുങ്ങുന്നു, തുളുമ്പുന്നു. മെലിഞ്ഞവരെക്കാൾ മതകാരണിയാണവൾ. അവൾ ഇരിപ്പിടത്തിൽ നിന്ന് മാറുമ്പോൾ നിതംബഭാരത്തിൻ്റെ അഗാധമുദ്ര അവശേഷിക്കുന്നു. പക്ഷേ നിന്റെ കോലം എങ്ങനെയിരിക്കുന്നു? പൂട പറിച്ച പക്ഷിക്കുഞ്ഞിൻ്റേതുപോലെ. കാക്കക്കാല് പോലെയാണ് നിന്റെ കാല്. ഇനി മതിയാക്കാം. കൃശഗാത്രിയുടെ വാക്കുകൾ കേൾക്കട്ടെ. അലി തടഞ്ഞു. കൃശഗാത്രി വാദം തുടങ്ങി. എനിക്ക് കാറ്റിൽ ചാഞ്ചാടുന്ന പോപ്ലാർ മരച്ചില്ല പോലുള്ള ശരീരവും ലില്ലിപ്പൂവിൻ്റെ സമനില പാലിക്കുന്ന ചലനവും എനിക്ക് തന്ന ദൈവത്തിന് സ്തുതി പറയട്ടെ. ഞാൻ ലാഘവത്തോടെ എഴുന്നേൽക്കുന്നു. ലാഘവത്തോടെയുള്ള എൻ്റെ ചലനം ഹൃദയഹാരിയാണ്. എൻ്റെ നിശ്വാസം സുരഭിലമാണ്.
കാരണം പരിശുദ്ധമാണ് എൻ്റെ ആത്മാവ്. അവൾ ആനയെപ്പോലെയാണ്, മല പോലെ മാംസല ശരീരിണിയാണ് എന്നൊന്ന് മുഴുവനും തൻ്റെ കാമുകിയെ പ്രശംസിക്കുന്നത് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. എന്നാൽ കാമുകന്മാർ എപ്പോഴും പറയാറുള്ളത് അവളുടെ അരക്കെട്ട് എത്ര കൃശം, എത്ര ലഘുവാണ് അവളുടെ പദവിന്യാസം, ഭൂമി അറിയുക പോലുമില്ല. അവൾ അല്പം മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. ലോലവും മന്ദവുമായ രതിഭാവത്തിൻ്റെ പൂർണ്ണാനന്ദം നിറഞ്ഞതാണ് അവളുടെ പരിലാളനകൾ. അവൾക്ക് കുരുവിയേക്കാൾ വേഗമുണ്ട്. അവളുടെ ശരീരം മുളന്തണ്ട് പോലെ വളയും. എത്ര മൃദുവാണ് അവളുടെ മന്ദഹാസം. തൂവലിൻ്റെ കനമേയുള്ളൂ അവൾക്ക്. എൻ്റെ അംഗതലത്തിൽ ഒരു നീരാള പാളിയെപ്പോലെ ശയിക്കുന്നു. തടിച്ചി, എന്നെപ്പോലെ കൃശഗാത്രിയായ സുന്ദരിയെയാണ് പുരുഷ ഹൃദയങ്ങളെ നീറ്റുക, വികാരവേഗത്തിൽ ഉന്മത്തരാക്കുക. ചുംബനങ്ങളിൽ പൊതിഞ്ഞ് പടർന്നു കയറുന്ന മുന്തിരിവള്ളിയാണ് ഞാൻ. ആർദ്ര നയനങ്ങളോട് കൂടിയ മാൻപേടയാണ് ഞാൻ. എന്നെ സ്വർഗലാവണ്യമെന്ന് പറയുന്നത് വെറുതെയല്ല. പൊണ്ണത്തി, ഇനി നിന്റെ വിശേഷം പറയട്ടെ. മാംസഗോളമേ, നടക്കുമ്പോൾ നീ ഒരു താറാവാണ്, തിന്നുമ്പോൾ നീ ഒരു ആനയാണ്. ആരാലുമാകില്ല നിന്നെ തൃപ്തിപ്പെടുത്താൻ. ഗുണഭാഗം കൊണ്ട് നിന്നെ ആർക്കും വിൽക്കാനുമാകില്ല. തൂക്കം കൊണ്ടേ പറ്റൂ. ശരീരം പോലെ തന്നെ പൊന്തൻ പടർപ്പാണ് നിന്റെ ആത്മാവും. നിന്റെ പൊണ്ണക്കവിളുകൾ കാഴ്ചക്കാരെ അസ്വസ്ഥരാക്കും. ചെവി തകർത്ത് കളയുന്നതാണ് നിന്റെ പൊട്ടിച്ചിരി. ഉറങ്ങുമ്പോൾ നീ കൂർക്കം വലിക്കും. ഉണർന്നിരിക്കുമ്പോൾ എരുമയുടേതുപോലെയാണ് നിന്റെ ശ്വാസോച്ഛ്വാസം. നിനക്ക് നടന്ന് നീങ്ങാൻ കൂടി വയ്യ. ഒരിടത്തിരുന്നാലോ നീ നിനക്ക് തന്നെ വലിയ ഭാരമാണ്. മുമ്പിൽ നിന്ന് നോക്കിയാൽ ആനയെപ്പോലെയാണ് നീ. ഒരു വശത്തു നിന്ന് കണ്ടാൽ ഒട്ടകത്തെ പോലെയാണ്. അലി സ്വർഗലാവണ്യത്തിൻ്റെ വാക്വിലാസത്തെ പ്രശംസിച്ചു. ഇനി സ്വർണ്ണ നിറക്കാരിയായ സൂര്യകാന്തിയും ഇരുനിറക്കാരിയായ സുഗന്ധജ്വാലയും തമ്മിലാകട്ടെ. സൂര്യകാന്തി ഒരു പുഞ്ചിരിയോടെ എഴുന്നേറ്റു. ഖുറാനിൽ പലവട്ടം പരാമർശിച്ചിട്ടുള്ള നിറമാണ് എൻ്റേത്. അല്ലാഹു അരുൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് എൻ്റെ നിറമാണ് ഏറ്റവും വിശിഷ്ടം. എൻ്റെ സൗന്ദര്യമാണ് സൗന്ദര്യത്തിൻ്റെ പരമസീമ. ഒരത്ഭുതമാണ് എൻ്റെ നിറം, വശ്യതയുടെ അതിർവരമ്പ്. എന്നെക്കൊണ്ടാണ് സ്വർണം മൂല്യവത്താകുന്നത്, നക്ഷത്രങ്ങൾക്ക് കാന്തിയേറുന്നത്. ഞാൻ രത്നങ്ങൾക്കും വിളഞ്ഞ വിശിഷ്ടധാന്യങ്ങൾക്കും നിറമേറ്റുന്നു. ഗ്രീഷ്മത്തിൻ്റെ ഉജ്ജ്വല ഭൂഷകളെല്ലാം എന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഇരുനിറക്കാരി, നിന്റെ നിറമങ്ങാൻ വീശിയാൽ ഏതൊന്നിൻ്റെയും വില കുറയും. അതിസാധാരണവും അനാകർഷകവുമാണ് ആ നിറം. എരുമകളുടെ, കഴുതകളുടെ, ചെന്നായ്ക്കളുടെ നിറം. ലോകത്തിൽ ഏതെങ്കിലും പൂവോ രത്നമോ ഉണ്ടോ നിന്റെ നിറത്തിൽ? പഴകിയ ചെമ്പിൻ്റെ നിറമാണ് നിന്റേത്. നീ കറുത്തതുമല്ല വെളുത്തതുമല്ല. ആ നിറങ്ങൾക്ക് കിട്ടിയ പ്രശംസകളിൽ തെല്ല് പോലും നിനക്ക് അവകാശപ്പെടാനുമില്ല. ഇത്രയുമായപ്പോൾ അലി പറഞ്ഞു, മതിയാകാം, സുഗന്ധജ്വാല സംസാരിക്കട്ടെ. ഇരുനിറക്കാരിയായ സുന്ദരി മധുരമായ പുഞ്ചിരിയുടെ വെൺമുത്തു ചിതറി. ചെറുതേനിൻ്റെ നിറം, ലയഭംഗിയാർന്ന സമതുലിതമായ ഗാത്രം, കറുത്തിടതൂർന്ന മുട്ടോളം തിരയടിക്കുന്ന കേശം എല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് അവൾ ഒട്ടിട നിശബ്ദയായി നിന്നു. പിന്നെ എതിരാളിയുടെ നേരെ തിരിഞ്ഞു. എന്നെ ഒരു പൊണ്ണത്തടിച്ചിയോ എല്ലിൻ കോലമോ ആക്കാതിരുന്ന, കുമ്മായം പോലെ വെളുത്തതോ കോളാമ്പി പോലെ മഞ്ഞച്ചോ കരിക്കട്ട പോലെ കറുത്തതോ ആക്കാതിരുന്ന ദൈവത്തിന് സ്തുതി. അദ്ദേഹം ലോലവർണ്ണങ്ങൾ കലാപരമായി മിശ്രണം ചെയ്ത് വടിവത്ത അംഗഘടനയോടെയാണ് എന്നെ സൃഷ്ടിച്ചത്. എല്ലാ കവികളും എന്നെ പ്രകീർത്തിച്ചിട്ടുണ്ട്. എല്ലാ യുഗങ്ങളും യോഗികളും എന്നെ വാഴ്ത്തിയിട്ടുണ്ട്. എനിക്ക് സ്വയം പ്രശംസിച്ചിട്ട് ആവശ്യമില്ല. ഏതാനും കവിവാക്യങ്ങൾ ഉദ്ധരിക്കുകയേ വേണ്ടൂ. പ്രേമത്തിൻ്റെ ആത്മരഹസ്യം അറിയുന്നവരാണ് ഇരുനിറക്കാർ. അവർ എല്ലാ തരക്കാരെയും അതിശയിപ്പിക്കുന്നവരാണ്. മണിയറയിൽ മാത്ര നേരം അവരോട് ഒന്നിക്കൂ. അവർ മരിച്ചവരെ സ്വർഗത്തിൽ പ്രേമിക്കാൻ പഠിപ്പിക്കും. മറ്റൊരു കവി പാടി,
സാധാരണക്കാരിയല്ല. വണ്ണം കുറഞ്ഞ് ഇരുനിറത്തിൽ ചുറുചുറുക്കുള്ള സുന്ദരി. എന്നെപ്പോലെ എല്ലാവർക്കും കഴിഞ്ഞിട്ടുള്ളതല്ല അങ്ങനെ ഒരുവളെ പ്രേമിക്കാൻ. സൂര്യപ്രകാശത്തിൽ ചന്ദനമര ചില്ല പോലെ ചാഞ്ചാടുന്നവൾ. ഇരുനിറം അതെന്റെ കിനാവിലെ കാന്തിയാണ്. ഹേ മഞ്ഞപ്പെണ്ണേ, അഴുകിയ ഇലയുടെ നിറം എന്തിനു കൊള്ളാം? കുളിമുറിയിലെ കുഴമ്പിൻ്റേത് പോലെയാണ് നിന്റെ നിറം. ഇരുനിറക്കാരിയെ നോക്കി അലി പുഞ്ചിരി തൂകി. സുഗന്ധജ്വാലയും സൂര്യകാന്തിയും വാദം നിർത്തി കൂട്ടുകാരോട് ചേർന്നു. അലി തന്റെ സന്തോഷം പ്രകടിപ്പിച്ച് എല്ലാ കാമുകിമാർക്കും സമ്മാനങ്ങൾ നൽകി. ബസ്രക്കാരൻ മുഹമ്മദ് തെല്ലുനേരത്തെ മൗനത്തിനു ശേഷം തുടർന്നു പറഞ്ഞു: ഇതാണ് 6 നിറക്കാരികളായ സുന്ദരിമാരുടെ കഥ. അവർ ഇപ്പോൾ ബാഗ്ദാദിൽ അലിയുടെ മന്ദിരത്തിൽ ഉല്ലാസത്തോടെ ജീവിക്കുന്നു. അലിയുടെ വീട് എവിടെയാണെന്നറിയാമോ? ഖലീഫ ചോദിച്ചു. ആ സുന്ദരികളെ എനിക്ക് തരാൻ വിരോധമുണ്ടോ എന്നറിയണം. ഖലീഫയുടെ വാക്കുകൾ കേട്ട് മുഹമ്മദ് ആലോചനയിലായി. അയാൾ അവരെ വിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അലിക്ക് അവരോടുള്ള സ്നേഹം വളരെ ദൃഢമാണ്. 10,000 സ്വർണം വീതം വില നൽകാം. 60,000 കൊടുത്ത് എൻ്റെ ആഗ്രഹം അലിയെ അറിയിക്കൂ. ഖലീഫ 60,000 സ്വർണ്ണ നാണയങ്ങൾ മുഹമ്മദിനെ ഏൽപ്പിച്ചു. മുഹമ്മദ് അലിയെ കണ്ട് ഖലീഫയുടെ ആഗ്രഹം അറിയിച്ചു. അലിക്ക് അത് നിരസിക്കാൻ ധൈര്യമുണ്ടായില്ല. അയാൾ പണം വാങ്ങി തൻ്റെ 6 കൂട്ടുകാരികളെയും ദുഃഖത്തോടെ മുഹമ്മദിൻ്റെ കൂടെ കൊട്ടാരത്തിലേക്ക് അയച്ചു. ആ സുന്ദരിമാർ അൽ മാമൂണിൻ്റെ കണ്ണും കരളും കവർന്നു. അവരുടെ ബുദ്ധിയും വാക്വിലാസവും വശ്യചലനങ്ങളും അദ്ദേഹത്തെ ഹരം പിടിപ്പിച്ചു. ഖലീഫ അവർക്ക് ഓരോ പ്രത്യേക മന്ദിരം തന്നെ കൽപ്പിച്ചു നൽകി. അലി ദുസ്സഹമായ ഏകാന്തതയിൽ മുങ്ങിപ്പോയി. എങ്ങനെയൊക്കെയോ ദിവസങ്ങൾ തള്ളി നീക്കി. ജീവിതം സഹിക്കാനാകാതെയായപ്പോൾ അലി ഖലീഫയ്ക്ക് തൻ്റെ ദുഃഖപൂർണമായ ഹൃദയം തുറന്നു കാണിച്ച് ഒരു സന്ദേശമയച്ചു. വിഷാദശലഭ പത്രങ്ങളിൽ എൻ്റെ ഹൃദയം ആ സ്നേഹയുവതികളിലേക്ക് പറന്നു പറ്റുന്നു. അവരെൻ്റെ കണ്ണുകളാണ്, പാനീയമാണ്, ആഹാരമാണ്, ജീവിതമാണ്, ആരാമത്തിലെ ഏകാന്ത സൗഖ്യമാണ്. ഞാൻ ആ അമൂല്യദാനത്തിനു നേരെ കണ്ണടയ്ക്കേണ്ടതായിരുന്നു. അവരെ കൺപോളയിൽ കാത്തു സൂക്ഷിക്കേണ്ടതായിരുന്നു. അഭിലാഷ തീവ്രമായ സ്നേഹമുണ്ട്, അഗ്നിയുമുണ്ട്. പക്ഷേ തിരികളില്ലാതെ പ്രകാശനാളമെവിടെ? ഖലീഫ അൽ മാമൂണിൻ്റെ വിശാല ഹൃദയം അലിയുടെ കത്ത് വായിച്ച് അനുകമ്പാപൂർണമായി. അദ്ദേഹം ആ സുന്ദരിമാരെ അരികിൽ വിളിച്ച് 10,000 സ്വർണം വീതം സമ്മാനിച്ചു. വർണ്ണോജ്വലങ്ങളായ ആടകളും ആഭരണങ്ങളും അണിയിച്ച് അദ്ദേഹം അവരെ അലിയുടെ സമീപത്തേക്ക് തന്നെ പറഞ്ഞയച്ചു. പൂർവാധികം ഉല്ലാസവതികളും ലാവണ്യവതികളുമായി തിരിച്ചെത്തിയ കാമനിമാരുമായി അലി ജീവിതം വസന്തോത്സവമായി ആഘോഷിച്ചു. 1001 രാവുകൾ എന്ന കഥാപരമ്പരയിലെ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നു തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.